ഹരി ഓം ഹരി ഓം. ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിത കൈതമോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാദ്. നിഗമകൽപതരോർഗണിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദിർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ
നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ അഷ്ടമസ്കന്ധം 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാലാഴി മദനം കഥ തുടരുകയാണ്. 5-ാം അധ്യായത്തിൽ ദുർവാസാവിൻ്റെ ശാപത്താൽ സർവ ഐശ്വര്യവും നഷ്ടപ്പെട്ടവരായ ദേവന്മാർ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ചതും ബ്രഹ്മദേവനും മഹാദേവനും ദേവന്മാരുമെല്ലാം ചേർന്ന് ഭഗവാനെ അതിമനോഹരമായ പുരുഷസൂക്ത സാരം കൊണ്ട് സ്തുതിച്ചതും ആണ് നമ്മൾ കണ്ടത്. അതിൽ അവർ പ്രത്യേകമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു, അങ്ങയുടെ സ്വരൂപം ഞങ്ങൾക്ക് ദർശിപ്പിച്ചാലും അസ്മത് കരണഗോചരം രൂപം ദർശയ. അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്ന, അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ പുഞ്ചിരിക്കുന്ന മുഖകമലത്തെ കാണാൻ ആഗ്രഹിക്കുന്നു, ദർശനം തന്നാലും എന്ന് വിനീതരായി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നതായിട്ടുള്ള അവരുടെ മുമ്പിൽ ഭഗവാൻ പ്രകടമാവുന്നതും ആ ഭഗവാന്റെ അതിതേജസ് അത് മഹാദേവനും ബ്രഹ്മാവിനും ഒഴിച്ച് മറ്റു ദേവന്മാർക്കൊന്നും ഭഗവാനെ കാണാൻ പോലും ശരിക്ക് പറ്റുന്നില്ല. കണ്ണ് മഞ്ചളിച്ചു പോകുന്ന അവസ്ഥ. അങ്ങനെയുള്ള ആ ഭഗവാനെ വീണ്ടും ബ്രഹ്മദേവൻ ഒരു ചെറിയ സ്തുതിയും ആവശ്യവും അറിയിക്കുന്നതായിട്ടുള്ള രംഗമാണ്. അത് കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ദേവന്മാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വരാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് പാലാഴി മദനത്തിലേക്ക് കഥ പോകും. നമുക്ക് വായിക്കാം. 6-ാം അധ്യായം 39 ശ്ലോകങ്ങളാണ് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ് ഭാഗവതേ അഷ്ടമസ്കന്ധേ 6ഠോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏവം സ്തുതഃ സുരഗണൈഃ ഭഗവാൻ ഹരിരീശ്വരഃ തേഷാം ആവിരഭൂദ്രാജൻ സഹസ്രാർക്കോദയദ്യുതിഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തേനൈവ മഹസാ സർവേ ദേവാ പ്രതിഹതേ ക്ഷണാഃ നാപശ്യൻ ഖം ദിശക്ഷോണിം ആത്മാനം ച കുതോ വിഭും. വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട്വാ സഹരാ സർവേണ താം തനും സ്വച്ഛാം മരകതശ്യാമാം കഞ്ചഗർഭാരുണിക്ഷണം. തപ്തഹേമാവതാതേന ലസത് കൗശേയവാസസാ പ്രസന്നചാരു സർവാംഗീം സുമുഖീം സുന്ദരഭ്രുവം. മഹാമണികിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതം കരുണാഭരണ നിർഭാതകപോല ശ്രീമുഖാംബുജാം. കാഞ്ചീകലാപവലയഹാരനൂപുരശോഭിതാം കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതീം വനമാലിനീം.
സുദർശനാദിഭിസ്വാസ്ത്രൈഃ മൂർത്തിമദ്യ ഉപാസിതാം തുഷ്ടാവദേവ പ്രവരഃ സശർവഃ പുരുഷം പരം സർവമരഗണൈഃ സാകം സർവാംഗൈർ അവനിം ഗതൈഃ. ബ്രഹ്മോവാച അജാതജന്മസ്ഥിതി സംയമായ അഗുണായ നിർവാണസുഖാർണവായ അനോരണിംനേ അപരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. രൂപം തവൈതത്പുരുഷർഷഭേജ്യം ശ്രേയോർത്തിഭിർവൈദികതന്ത്രികേണ യോഗേന ദാതഃ സഹനസ്ത്രിലോകാൻ പശ്യാമി അമുഷ്മിന്നുഹ വിശ്വമൂർത്തൗ. ത്വയി അഗ്ര ആസീത് ത്വയി മധ്യ ആസീത് ത്വയി അന്ത ആസീത് ഇദമാത്മതന്ത്രേ ത്വമാദിരംഗോ ജഗതോസ്യ മധ്യം ഘടസ്യ മൃത്സ്നേവ പരഃ പരസ്മാദ്. ത്വം മായയാത്മാശ്രയയാ സ്വയേദം നിർമ്മായ വിശ്വം തദനുപ്രവിഷ്ടഃ പശ്യന്തി യുക്തം മനസാ മനീഷിണോ ഗുണവ്യവായേപ്യഗുണം വിപശ്ചിതഃ. യദാഗ്നിം ഏതസി അമൃതം ച ഗോഷു ഭുവി അന്നം അംബൂദ്യമനേ ച വൃത്തിം യോഗൈർമനുഷ്യാ അധിയന്തി ഹി ത്വാം ഗുണേഷു ബുദ്ധ്യാ കവയോ വദന്തി. തം ത്വാം വയം നാദ സമുജ്ജിഹാനം സരോജനാഭാതി ചിരേപ്സിതാർത്ഥം ദൃഷ്ട്വാ ഗദാ നിർവൃതിമദ്യ സർവേ ഗജാദവാർത്താ ഇവ ഗംഗമംബഃ. സത്വം വിദൽസ്വാഖില ലോകപാലാ വയം യദർത്ഥാസ്തവ വാദമൂലം സമാഗതാഃ തേ ബഹിരന്തരാത്മൻ കിം വാന്യവിജ്ഞാപ്യമശേഷ സാക്ഷിണഃ. അഹം ഗിരിത്രശ്ച സുരാദയോ യേ ദക്ഷാദയോ അഗ്നേരിവ കേതവസ്തേ കിം വാ വിദാമേശ പൃഥഗ്നിബാധാ വിദൽ സ്വശം നോ ദ്വിജദേവ മന്ത്രം. ശ്രീശുക ഉവാച ഏവം വിരിഞ്ചാദിവിരീഡിതസ്തദ്വിജ്ഞായ തേഷാം ഹൃദയം തദൈവ ജഗാദജീമോദഗഭീരയാ ഗിരാ ബദ്ധാഞ്ജലീൻ സംവൃത സർവകാരകാൻ. ഏക ഏവേശ്വരസ്തസ്മിൻ സുരകാര്യേ സുരേശ്വരഃ വിഹർതു കാമസ്ഥാനാഃ സമുദ്രോന്മദനാദിഭിഃ. ശ്രീഭഗവാനുവാച ഹന്ത ബ്രഹ്മൻ അഹോ ശംഭോ ഹേ ദേവാ മമ ഭാഷിതം ശൃണുതാവഹിതാഃ സർവേ ശ്രേയോ വസ്യാദ്യഥാസുരാഃ. യാത ദാനവദൈതേയൈസ്താവത് സന്ധിർവിധീയതാം കാലേനാനുഗൃഹീതൈസ്തൈഃ യാവദ്വോ ഭവ ആത്മനഃ. അരയോഭിഃ സന്ദേയാഃ സതി കാര്യാർത്ഥഗൗരവേ അഹിമൂഷകവദ്ദേവാ ഹ്യർത്ഥസ്യ പദവിം ഗതൈഃ. അമൃതോത്പാദനേ യത്നഃ ക്രിയതാം അവിളംബിതം യസ്യ പീതസ്യ വൈ ജന്തുഃ മൃത്യുഗ്രസ്തോ അമരോ ഭവേത്. ക്ഷിപ്ത്വാ ക്ഷീരോ ദദൗ സർവാ വിരുതൃണലദൗഷധീഃ മന്ധാനം മന്ദരം കൃത്വാ നേത്രം കൃത്വാ തു വാസുകിം. സഹായേന മയാ ദേവാ നിർമന്ദധ്വം അതന്ത്രിതാഃ ക്ലേശഭാജോ ഭവിഷ്യന്തി ദൈത്യാ യൂയം ബലഗ്രഹാഃ. യൂയം തദനുമോദധ്വം യദിച്ഛന്ത്യസുരാസുരാഃ ന സംരംഭേണ സിദ്ധ്യന്തി സർവേർത്ഥാ സാന്ത്വയായതാം. ന ഭേദവ്യം കാളകൂടാദ് വിഷാദ് ജലതി സംഭവാദ് ലോഭകാര്യോ നവോ ജാതുഃ രോഷകാമസ്തു വസ്തുഷു. ശ്രീശുക ഉവാച ഇതി ദേവാൻ സമാദിശ്യ ഭഗവാൻ പുരുഷോത്തമഃ തേഷാം അന്തർദധേ രാജൻ സ്വച്ഛന്ദഗതിരീശ്വരഃ. അദ തസ്മൈ ഭഗവതേ നമസ്കൃത്യ പിതാമഹഃ ഭവശ്ച ജഗ്മധുസ്വം സ്വം ധാമോപേയുർബലിം സുരാഃ. ദൃഷ്ട്വാരീനപ്യസംയത്താൻ ജാതക്ഷോഭാൻ സ്വനായകാൻ ന്യഷേദ ദൈത്യരാട് ശ്ലോക്യഃ സന്ധി വിഗ്രഹ കാലവിത്.
ते वैरोचनीम् आसीनम् गुप्तम् चासुरयूतपैः श्रियाः परमया जुष्टम् चिदाशेषमुपागमन् महेन्द्रः श्लक्ष्णया वाचा सान्द्वयित्वा महामतिः अभ्यभाषत तत्सर्वम् शिक्षितम् पुरुषोत्तमात् तदरोचत दैत्यस्य तत्रान्ये ये असुरादिपाः शम्बरो अरिष्टनेमिश्च ये च त्रिपुरवासिनः ततो देवासुरा कृत्वा संविदम् कृतसौहृदाः उद्यमम् परमम् चक्रुः अमृतार्थे परन्तप ततस्ते मन्दरगिरिम् ओजसोत्पाट्य दुर्मदाः नदन्द उदधिम् निन्युः शक्ता परिगबाहवः दूरभारोद्वहस्रान्ताः शक्रवैरोजनादयः अपारयन्दस्तम् वोढुम् विवशा विजहुः पति निपतन् स गिरिस्तत्र बहून् अमरदानवान् चूर्णयामास महगाभारेण कनकाचलः तांस्तदा भग्नमनसो भग्नबाहूरुकन्धरान् विज्ञाय भगवान् तत्र बभूव गरुडध्वजः गिरिपादविनिष्पिष्टान् विलोक्यामरदानवान् ईक्षया जीवयामास निर्जरान् निर्व्रणान् यदा गिरिम् चारोप्य गरुडे हस्तेनैकेन लीलया आरुह्य प्रययौ अब्धिम् सुरासुरगणैर्वृतः अवरोप्य गिरिम् स्कन्धात् सुपर्णः पततम्बरः ययौ जलान्त उत्सृज्य हरिणा स विसर्जितः। हरि ओम्। इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायाम् अष्टमस्कन्धे अमृतमथने षष्ठोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनम् गोविन्द गोविन्द। नारायणाखिल गुरो भगवन् नमस्ते नारायणाखिल गुरो भगवन् नमस्ते नारायण अखिल गुरो भगवन् नमस्ते। हरे राम 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 हरे 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 कृष्ण 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 हरे हरे। ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം. അപ്പോൾ 5-ാം അധ്യായത്തിൽ ഐശ്വര്യം നഷ്ടപ്പെട്ട ദേവന്മാര് ബ്രഹ്മദേവനും മഹാദേവനും കൂടി ഭഗവാന്റെ ധാമത്തിൽ വന്ന് ഭഗവാനെ സ്തുതിച്ച വിരാട് പുരുഷ സ്തുതിയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ അധ്യായത്തിൽ. ഭഗവാന്റെ രൂപത്തെ കൺകുളിർക്കെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഭഗവാന് നമസ്കാരങ്ങൾ അർപ്പിച്ചു. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ സാഫല്യത്തിലെത്തും. അങ്ങയുടെ അനുഗ്രഹം ഇല്ലാത്ത ഒരു കർമ്മവും ഫലിക്കുകയില്ല എന്നുള്ള കർമ്മയോഗ തത്വം അവതരിപ്പിച്ചു ഭഗവാനെ സ്തുതിച്ചതിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭഗവാൻ അവതരിക്കുന്ന ആ രംഗമാണ് ആദ്യം വർണ്ണിക്കുന്നത്. അത് കഴിഞ്ഞ് ഭഗവാനെ നമസ്കരിക്കുന്ന സ്തുതിക്കുന്ന ഒരു ചെറിയ സ്തുതി. അത് കഴിഞ്ഞ് ഭഗവാൻ അനുഗ്രഹപൂർവം ദേവന്മാർക്കായിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളെ കൊടുക്കുകയാണ്. ഭഗവാൻ സ്വയം കളിക്കാൻ തീരുമാനിച്ചുകൊണ്ട് എന്ന് പറയുന്നത്. ഭഗവാന് സങ്കല്പം കൊണ്ട് തന്നെ ദേവന്മാരുടെ ഐശ്വര്യമെല്ലാം വീണ്ടു കൊടുക്കാം, അവരുടെ യൗവനം വീണ്ടു കൊടുക്കാം, എല്ലാം വേണമെങ്കിൽ വീണ്ടു കൊടുക്കാം. പക്ഷെ ഭഗവാൻ അങ്ങനെ കൊടുക്കുന്നില്ല. ദേവന്മാരെ കൂടി ചേർത്ത് ഒരു ഉദ്യമം ചെയ്യുകയാണ്, ഒരു യജ്ഞം ചെയ്യുകയാണ്.
അത് ഭഗവാന് സ്വയം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീല കൂടി ആവുകണം. അതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന പാലാഴി മദനം. ഭഗവാന്റെ കളിക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. നമുക്കതിലേക്ക് പോകാം. നമുക്ക് ആദ്യം തൊട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ അഷ്ടമസ്കന്ധേ ഷഷ്ഠോധ്യായഃ. ശ്രീശുക ഉവാച. ഏവം സ്തുതഃ സുരഗണൈഃ ഭഗവാൻ ഹരിരീശ്വരഃ തേഷാം ആവിരഭൂത് രാജൻ സഹസ്രാർക്കോദയദ്യുതിഃ. ശ്രീശുക ഉവാച. ഏവം സ്തുതഃ സുരഗണൈഃ ഭഗവാൻ ഹരിരീശ്വരഃ തേഷാം ആവിരഭൂത് രാജൻ സഹസ്രാർക്കോദയദ്യുതിഃ. ശുകബ്രഹ്മർഷി തുടരുകയാണ്. പരീക്ഷത്തിന് പാലാഴി മദനം കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഏവം സ്തുതഃ സുരഗണൈഃ ഭഗവാൻ ഹരിരീശ്വരഃ. ഓ സുരഗണൈഃ ഏവം സ്തുതഃ, ദേവഗണങ്ങളാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടവൻ, ബ്രഹ്മാദി ദേവഗണങ്ങളാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ, ഐശ്വര്യ പരിപൂർണനായ ഈശ്വരഃ ഹരിഃ, എല്ലാം നിയന്ത്രിക്കാൻ സാമർഥ്യമുള്ളവനായ ആ ഹരി ഭഗവാൻ വിഷ്ണു. തേഷാം ആവിഹി അഭൂത് രാജൻ. ഹേ രാജൻ, പരീക്ഷിത് രാജാവേ, തേഷാം അവരുടെ മുമ്പിൽ ആവിഹി അഭൂത്, ആവിയായി ഭവിച്ചു. ആവി എന്നാൽ പ്രകാശം എന്നാണ്. അപ്പൊ ആവിഹി അഭൂത്, പ്രകാശീഭവിച്ചു, പ്രത്യക്ഷീഭവിച്ചു, ആവിർഭവിച്ചു. ആവിഹി തന്നെയാണ് നമ്മൾ ആവിർ എന്ന് പറയുന്നത്. ആവിർഭവിച്ചു, ആവിരഭൂത്. എങ്ങനെയായിട്ട്? സഹസ്രാർക്ക ഉദയദ്യുതി. സഹസ്ര അർക്ക ഉദയദ്യുതി. സഹസ്രം, 1000 അർക്കൻ, സൂര്യൻ, അതിന്റെ ഉദയത്തിലുള്ള ദ്യുതി. 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയരും പോലെ ആ പ്രകാശത്തോടെ, ആ കാന്തിയോടുകൂടെ നമുക്ക് ഒരു ഉദയസൂര്യനെ നോക്കാൻ തന്നെ പലപ്പോഴും സാധിക്കാറില്ല. ഒരു ഉദയസൂര്യന്റെ നേരെ നോക്കിയാൽ തന്നെ നമ്മുടെ കണ്ണ് മഞ്ചിപ്പോകും, കണ്ണ് മഞ്ഞളിച്ചു പോകും, അല്ലേ? അപ്പൊ ഇവിടെ 1000 സൂര്യൻ ഒന്നിച്ചുദിക്കും പോലെയുള്ള ദ്യുതിയോടുകൂടി, കാന്തിയോടുകൂടി ഭഗവാൻ പ്രകാശിച്ചു, ആവിർഭവിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? തേനൈവ മഹസാ സർവേ ദേവാ പ്രതിഹതേക്ഷണാഃ നാപശ്യൻ ഖം ദിശക്ഷോണീം ആത്മാനം ച കുതോ വിഭും. തേനൈവ മഹസാ സർവേ ദേവാ പ്രതിഹതേക്ഷണാഃ നാപശ്യൻ ഖം ദിശക്ഷോണീം ആത്മാനം ച കുതോ വിഭും. തേനയേവ മഹസാ, ആ മഹസ്സുകൊണ്ട് തന്നെ, ഭഗവാന്റെ ആ അത്യുജ്വലമായിട്ടുള്ള 1000 സൂര്യന്മാരുടെ കാന്തി കൊണ്ട് തന്നെ, സർവേ ദേവാഹ പ്രതിഹതേക്ഷണാഹ, സർവേ ദേവാഹ എല്ലാ ദേവന്മാരും പ്രതിഹത ഈക്ഷണാഹ, അവരുടെ ഈക്ഷണം പ്രതിഹനിക്കപ്പെട്ടു, തടയപ്പെട്ടു, ബാധിക്കപ്പെട്ടു, കണ്ണ് കാണാതെയായി ഇതർത്ഥം. പ്രതിഹതേക്ഷണന്മാരായി. ന അപശ്യൻ, ഒന്നും കണ്ടില്ല. ന അപശ്യൻ, അവരൊന്നും കണ്ടില്ല. എന്ത് കണ്ടില്ല? ഖം ദിശഃ ക്ഷോണീം ആത്മാനം. ഖം ആകാശം കാണുന്നില്ല അവർക്ക്, ദിശഃ ദിക്കുകൾ കാണുന്നില്ല, ക്ഷോണി ഭൂമിയെ കാണുന്നില്ല, ആത്മാനം അവരവരുടെ ശരീരം പോലും അവർക്ക് കാണാൻ പറ്റാത്ത അത്രയും പ്രകാശം. എന്നുവെച്ചാൽ കണ്ണ് പ്രവർത്തിക്കാത്ത അത്രയും പ്രകാശമായിരുന്നു. കണ്ണിനെ, അല്ലെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പ്രകാശത്തിനും രൂപങ്ങൾക്കുമൊക്കെ ഒരു പരിമിതിയുണ്ട്, അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇത്രയും പ്രകാശത്തിൽ മാത്രമേ, ഇന്ന വസ്തുക്കളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതായിട്ടുള്ള പരിമിതിയുള്ളതാണ് നമ്മുടെ കണ്ണുകൾ. കുറെ ദൂരത്തേക്കുള്ളത് കാണാൻ കഴിയില്ല, പ്രകാശം കുറഞ്ഞാലും കാണില്ല, അധികരിച്ചാലും കാണില്ല. അപ്പൊ എല്ലാം കണ്ടീഷൻസ് ഒത്തുവന്നാൽ മാത്രമേ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വിഷനെ നമുക്കുള്ളൂ. അപ്പൊ ഇവിടെ ഭഗവാൻ സഹസ്രാർക്ക ഉദയദ്യുതിയോടുകൂടി വന്നപ്പോൾ ഇവരുടെ കണ്ണുകൾക്ക് അത് സഹിക്കാനാവില്ല, അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കണ്ണടച്ചതിന് തുല്യമായി അവരുടെ അവസ്ഥ. അതാണ് ന അപശ്യ ഖം ദിശഃ ക്ഷോണീം ആത്മാനം. ആകാശമോ ദിക്കുകളോ ഭൂമിയെയോ അവരവരെ തന്നെയോ അവർക്ക് കാണാൻ കഴിയാതായി. പരസ്പരം തമ്മിലും കാണാറില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ കൂതഃ വിഭും,
ഹൗ ക്യാൻ ദേ സീ ഹിം? ഭഗവാൻ അല്ലേ? വിഭു എന്നാൽ ഇവിടെ ഭഗവാൻ, വിശേഷേണ പ്രകാശിക്കുന്നവനായ ആ ഭഗവാനെ കുതഃ എങ്ങനെ കാണാൻ കഴിയും? ഭൗതിക വസ്തുക്കളെ പോലും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ദിവ്യമായിരിക്കുന്ന, അലൗകികമായിരിക്കുന്ന, അത്യത്ഭുതകരമായിരിക്കുന്ന ഭഗവാന്റെ ഈ ഒരു മനോഹര രൂപത്തെ എങ്ങനെ കാണാനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ദേവന്മാരെല്ലാം കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ 2 പേർക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. ആരാണ്? വിരിഞ്ചനും അതുപോലെ മഹാദേവനും. സർവേണ അടുത്ത ശ്ലോകത്തിൽ പറയണം. അപ്പൊ അങ്ങനെ വിരിഞ്ചനും ശർവനും കണ്ടതായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് 5 ശ്ലോകങ്ങളെ കൊണ്ട്. 3 മുതൽ 7 വരെയുള്ള ശ്ലോകം ഒന്നിച്ച് ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നതാണ്. വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട്വാ സഹ ശർവേണ താം തനും സ്വച്ഛാം മരതകശ്യാമാം കഞ്ചഗർഭാരുണേക്ഷണാം സപ്തഹേമാവഗാതേന ലസത്കൗശേയവാസസാ പ്രസന്നചാരു സർവാംഗീം സുമുഖീം സുന്ദരഭ്രുവം മഹാമണികിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം കർണാഭരണ നിർഭാതകപോല ശ്രീമുഖാംബുജാം കാഞ്ചീകലാപവലയഹാരനൂപുരശോഭിതാം കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതീം വനമാലിനീം സുദർശനാദിവിശ്വാസ്ത്രൈഃ മൂർത്തിമദ്ഭിരുപാസിതാം തുഷ്ടാവദേവ പ്രവരഃ സ ശർവഃ പുരുഷം പരം സർവാമരഗണൈഃ സാകം സർവാംഗൈരവനിംഗതൈഃ. വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട്വാ സഹ ശർവേണ താം തനും സ്വച്ഛാം മരതകശ്യാമാം കഞ്ചഗർഭാരുണേക്ഷണാം തപ്തഹേമാവഗാതേന ലസത്കൗശേയവാസസാ പ്രസന്നചാരു സർവാംഗീം സുമുഖീം സുന്ദരഭ്രുവം മഹാമണികിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം കർണാഭരണ നിർഭാതകപോല ശ്രീമുഖാംബുജാം കാഞ്ചീകലാപവലയഹാരനൂപുരശോഭിതാം കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതീം വനമാലിനീം സുദർശനാദിവിശ്വാസ്ത്രൈർമൂർത്തിമദ്ഭിരുപാസിതാം തുഷ്ടാവദേവ പ്രവരഃ സ ശർവഃ പുരുഷം പരം സർവാമരഗണൈഃ സാകം സർവാംഗൈരവനിംഗതൈഃ. വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട്വാ സഹ ശർവേണ താം തനും. വിരിഞ്ചഃ ഭഗവാൻ ദൃഷ്ട്വാ. ഭഗവാൻ വിരിഞ്ചഃ, ഭഗവാനാണ് വിരിഞ്ചൻ എന്ന് വെച്ചാൽ ഐശ്വര്യങ്ങളുള്ള ആളാണ്, പ്രത്യേകതയുള്ള ആളാണ്. ഭഗവാന്റെ ഏറ്റവും വലിയൊരു അംശമാണ്, മൂർത്തി ആയിരിക്കുന്ന ഭഗവാന്റെ ഭാവമാണ്. അങ്ങനെയുള്ള ബ്രഹ്മദേവൻ അദ്ദേഹത്തെ ഭഗവാൻ എന്ന് പറഞ്ഞു. ദൃഷ്ടുവ കണ്ടു. ആരോടുകൂടെ? സഹ ശർവേണ, ശർവേണ സഹ, ശർവനോടുകൂടെ, മഹാദേവനോടുകൂടെ ബ്രഹ്മദേവൻ കണ്ടു. എന്തിനെ? താം തനും, ആ തനുവിനെ, ഭഗവാന്റെ ആ രൂപത്തെ, ആ മൂർത്തിയെ കണ്ടു. ആ തനു കീദൃശാം എങ്ങനെയുള്ളതാണ് തനു? തനു എന്നുള്ളത് സ്ത്രീലിംഗമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താം തനും എന്ന് പറഞ്ഞു. താം എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്. ആ തനുവിനെ, ആ ഭഗവാന്റെ തനുവിനെ കണ്ടു. അപ്പൊ അതുകൊണ്ട് ബാക്കി വിശേഷണങ്ങളൊക്കെ സ്ത്രീലിംഗത്തിൽ. എങ്ങനെയുള്ളതൊക്കെയാണ് ഭഗവാന്റെ തനു? സ്വച്ഛാം മരതകശ്യാമാം കഞ്ചഗർഭാരുണേക്ഷണാം തപ്തഹേമാവഗാതേന ലസത്കൗശേയവാസസാ പ്രസന്നചാരു സർവാംഗീം സുമുഖീം സുന്ദരഭ്രുവം മഹാമണികിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം കർണാഭരണ നിർഭാതകപോല ശ്രീമുഖാംബുജാം കാഞ്ചീകലാപവലയഹാരനൂപുരശോഭിതാം കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതീം വനമാലിനീം സുദർശനാദിവിശ്വാസ്ത്രൈർമൂർത്തിമദ്ഭിരുപാസിതാം. 13 വിശേഷണങ്ങളാണ് ഭഗവാന്റെ തനുവിന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 13 വിശേഷണങ്ങൾ. സ്വച്ഛാം, സ്വച്ഛാം എന്ന് പറഞ്ഞാൽ സുഷ്ടു അച്ഛാം, നല്ലതുപോലെ അച്ഛമായിരിക്കുന്നത്. അച്ഛം എന്നാൽ നിർമ്മലം, ശുദ്ധം.
ഈ അച്ഛം എന്നുള്ള സംസ്കൃതത്തിൽ തന്നെയാണ് ഹിന്ദിയിലെ അച്ഛ. ഹിന്ദിയിൽ നല്ലത്, വെരി ഗുഡ് എന്നൊക്കെ പറയാൻ എന്താ പറയും? അച്ഛ എന്ന് പറയും. ആ അച്ഛ വന്നത് എവിടെ നിന്നാണ്? ഈ അച്ഛം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. അച്ഛം എന്നാൽ പരിശുദ്ധം, ശുദ്ധമായത്. സ്വച്ഛം എന്നാൽ നല്ലതുപോലെ ശുദ്ധമായത്, ഒട്ടും ഒരു കലർപ്പും ഇല്ലാത്തത്, പ്യുവർ എന്നർത്ഥം. മരതകശ്യാമം, മരതകം പോലെ ശ്യാമമായിട്ടുള്ളത്. മരതകം പച്ചക്കല്ല്, മരതകക്കല്ല് പച്ചക്കല്ലാണ്. പച്ചക്കല്ല് പോലെ ശ്യാമവർണ്ണത്തോട് കൂടിയത്, ശ്യാമള നിറം ഉള്ളത് എന്നർത്ഥം. അപ്പോൾ പച്ചക്കല്ലൊത്ത തിരുമേനിയാണ് ഭഗവാന്റെ തിരുമേനി. കഞ്ചഗർഭാരുണീക്ഷണം. കഞ്ചം എന്ന് പറഞ്ഞാൽ താമരയാണ്. കം ജലം എന്നും അർത്ഥം. കം ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അനേക നാനാർത്ഥമുള്ള പദമാണ് കം. അതിൽ ജലമെന്നും അർത്ഥം. അതിൽ ജനിച്ചത് കഞ്ചം. എന്താണ്? താമര. താമരയുടെ ഗർഭം എന്ന് പറഞ്ഞാൽ അന്തർഭാഗം. ആ അന്തർഭാഗം പോലെ അരുണം, ചുവന്നതായിട്ടുള്ള ഈ ക്ഷണത്തോടു കൂടിയവൻ, ചെന്താമര കണ്ണൻ. അതും പുറമേയുള്ള താമരയുടെ പുറംഭാഗം നിറം കുറവായിരിക്കും, അകത്തേക്കാണ് നിറത്തിന് ചുവപ്പിന് കൂടുതലുണ്ടാവുക. അപ്പോൾ താമരയുടെ അന്തർഭാഗം പോലെ നല്ലതുപോലെ ചുവന്ന കണ്ണോടുകൂടിയവനും കഞ്ചഗർഭ അരുണേക്ഷണം. പിന്നെ തപ്ത ഹേമാവതാതേന ലസത് കൗശേയവാസസ പ്രസന്ന ചാരു സർവാംഗി. ഭഗവാന്റെ സർവ അംഗങ്ങളും പ്രസന്നവും ചാരുവും നല്ലതുപോലെ പ്രകാശിക്കുന്നതും മനോഹരവുമാണ്. അതെന്തൊക്കെ കൊണ്ട്? കൗശേയവാസസ് എന്ന് പറഞ്ഞാൽ കൗശേയം, കോശത്തിൽ നിന്ന് ഭവിച്ചത്. കോശം എന്നാൽ പട്ടുനൂൽ പുഴുവിന്റെ ഒരു പര്യായമാണ്. അപ്പോൾ പട്ടുനൂലിൽ നിന്നുണ്ടായത് കൗശേയം, വാസസ് വസ്ത്രം. അപ്പൊ ഭഗവാന്റെ പീതാംബരത്തെയാണ് അവിടെ പറയുന്നത് ലസത്ത്. അത് പരിലസിക്കുന്നത് എങ്ങനെ? തപ്തഹേമ അവതാപേന. തപ്തഹേമം എന്ന് പറഞ്ഞാലോ നല്ലതുപോലെ തപിപ്പിച്ചതായിട്ടുള്ള ഉരുകി തയ്യാറായി വരുന്ന തങ്കം. അപ്പൊ തരി തങ്കം തപിച്ചിങ്ങനെ ജ്വലിക്കുന്ന ആ അവതാപത്തോട് കൂടിയത്, ചളിയില്ലാത്തത് എന്നൊക്കെ അർത്ഥമാണ്. ഉരുക്കിയ പൊന്നുപോലെ ചളിയില്ലാതെ ശുദ്ധമായി പരിലസിക്കുന്ന കൗശേയവാസസ, ആ പട്ടുവസ്ത്രം കൊണ്ട്, മഞ്ഞപ്പട്ടുകൊണ്ട് പ്രസന്നം, വളരെ തെളിഞ്ഞതും ചാരുവായിരിക്കുന്ന സർവാംഗി, സകല അവയവങ്ങളോടുകൂടിയതും. ഭഗവാന്റെ ശരീരത്തിലെ ആ പീതാംബരം ഭഗവാന്റെ ശരീരത്തെ മുഴുവൻ ഒന്നുകൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? മരതകശ്യാമമായിരിക്കുന്ന ഭഗവാന്റെ ബാക്കി ശരീരാവയവങ്ങൾ ഈ മഞ്ഞപ്പട്ട് സ്വർണം പോലെ തിളങ്ങിക്കൊണ്ട് അതിലൊരു ഗ്ലിറ്റർ, ഒരു ഗ്ലെയർ അടിക്കുന്നുണ്ട്, റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രസന്നവും ചാരുവും എല്ലാ അംഗങ്ങളോടും കൂടിയതുമായിട്ടുള്ള സുമുഖീം, ശോഭനമായ മുഖമുള്ളത്, സുമുഖം. അങ്ങനെയുള്ള തനു, സുമുഖിയായ തനുവാണ്. സുന്ദര ബ്രുവം എന്ന് പറയുമ്പോൾ അവിടെ ബ്രൂ ശബ്ദത്തിന്റെ ഇതാണ് ബ്രുവം. നല്ല പുരികക്കൊടികൾ, സുന്ദരങ്ങളായ പുരികക്കൊടികളോടുകൂടിയതും എന്നർത്ഥത്തിൽ സുന്ദര ബ്രുവം. മഹാമണി കിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം. ഭഗവാന്റെ തനു ഭൂഷിതാം, അലങ്കൃതാം, അലങ്കാരങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ കൊണ്ട്? മഹാമണികിരീടം, രത്നകിരീടം കൊണ്ട്, മഹത്തായ മണികൾ, വിലമതിക്കാനാവാത്ത രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച കിരീടം കൊണ്ടും. കേയൂരാഭ്യാം, കേയൂരങ്ങൾ എന്നാൽ ഭഗവാന്റെ തോൾവളകൾ, 2 തോൾവളകളാലും ശോഭിക്കുന്നതായിട്ടും. കേയൂരാംബ അഭ്യാം ച ഭൂഷിതാം കർണാഭരണ നിർബാധ കപോല ശ്രീ മുഖാംബുജാം. ഭഗവാന്റെ മുഖാംബുജം ഒന്നുകൂടെ ശ്രീ ഉള്ളതാണ്. എന്തുകൊണ്ട്? ഏതാണ് അവിടെ ശോഭിക്കുന്നത്? ഭഗവാന്റെ കപോലം, കപോലം കവിൾത്തടങ്ങൾ, കവിൾത്തടങ്ങളുടെ ശ്രീയോടുകൂടി ശോഭിക്കുന്ന മുഖാംബുജം. അപ്പൊ ആ കവിൾത്തടങ്ങൾ എങ്ങനെയുള്ളത്? കർണാഭരണ നിർബാധം, കാതിലുള്ള ഭഗവാന്റെ കുണ്ടലങ്ങളുടെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നു ആ മരതക വർണ്ണത്തിലുള്ള മുഖത്ത്. കാതിലെ സ്വർണ്ണ വർണ്ണത്തിലുള്ളതും രത്നങ്ങൾ പതിച്ചതുമായിട്ടുള്ള കുണ്ടലങ്ങൾ, മകരകുണ്ടലങ്ങൾ കവിളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതാണ് കർണാഭരണ നിർബാധ കപോല ശ്രീമുഖാംബുജാം. കാഞ്ചീ കലാപ വലയ ഹാരനൂപുര ശോഭിതാം.
കാഞ്ചീ കലാപം, കലാപം എന്ന് പറഞ്ഞാൽ ആഭരണമാണ്. അപ്പൊ കാഞ്ചിയാകുന്ന ആഭരണം ഏതാണ്? കാഞ്ചി, അരഞ്ഞാണം. അപ്പൊ അരഞ്ഞാണമാകുന്ന ആഭരണവും അതുപോലെ വലയം എന്ന് പറഞ്ഞാൽ വളകൾ, കൈവളകളാണ് വലയങ്ങൾ. ഹാരം മാലകളാണ്. നോപുരം പാദസരമാണ്. അപ്പൊ അങ്ങനെ ശരീരത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ ആഭരണങ്ങൾ വേണോ അതൊക്കെ, എവിടെയും ഒഴിവില്ല, എല്ലായിടത്തും വേണ്ടതൊക്കെ അണിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ കാഞ്ചീ കലാപം, വലയം, ഹാരം, നൂപുരം ഇവ കൊണ്ടെല്ലാം ശോഭിക്കുന്നതുമായിരിക്കുന്ന ഹാര നൂപുര ശോഭിതാം കൗസ്തുഭാഭരണാം. കൗസ്തുഭം എന്നുള്ളതായിട്ടുള്ള ആ രത്നം, പത്മരാഗരത്നം ഖണ്ഡത്തിൽ ധരിച്ചിരിക്കുന്നതും കൗസ്തുഭാഭരണമായിരിക്കുന്ന ശരീരം. ലക്ഷ്മീം ബിഭ്രതി, അതൊന്നിച്ചാണ്. ലക്ഷ്മീം ബിഭ്രതി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ ഭരിക്കുന്നതും എന്ന് വെച്ചാൽ ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ആ മാറിൽ ശോഭിക്കുന്നു, അതിൽ ലക്ഷ്മിയെ ഭരിച്ചിരിക്കുന്നു. ലക്ഷ്മീം ബിഭ്രതിയും വനമാലിനിയും, ഭഗവാന്റെ മാറിൽ വനമാലയും ധരിച്ചിട്ടുണ്ട്. അപ്പം ഈ തനു വനമാലിനിയായിട്ടുള്ള തനുവാണ്, വനമാലയെ ധരിച്ചിരിക്കുന്ന തനു. വനമാലിനിയും താം തനു. സുദർശനാദിഭി സ്വാസ്ത്രൈഹി മൂർത്തിമദ്ഭിഹി ഉപാസിതാം. ഭഗവാന്റെ സ്വ അസ്ത്രങ്ങൾ, അത് സുദർശനം മുതലായവ. അപ്പൊ ഭഗവാന്റെ അസ്ത്രങ്ങള് പ്രധാനമായിട്ട് ശംഖചക്ര ഗദാപത്മങ്ങൾ, അതിൻ്റെ ഒപ്പം തന്നെ നന്ദകം മുതലായിട്ടുള്ളത്, ശാർഗം എന്ന വില്ല്, നന്ദകം എന്ന വാള്, ഇതൊക്കെ ഭഗവാന്റെ അസ്ത്രങ്ങൾ, ആയുധങ്ങളാണ്. അപ്പൊ ഇങ്ങനെ സുദർശനാദിഭി സ്വാസ്ത്രൈഹി, ഭഗവാന്റെ അസ്ത്രങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ? മൂർത്തിമദ്ഭിഹി, അവരൊക്കെ മൂർത്തികളായിട്ട് ദേവതാരൂപത്തില് ഭഗവാനെ ഉപാസിക്കുന്നു. അപ്പോ വൈഷ്ണവരുടെ സങ്കല്പം തന്നെ ഇങ്ങനെ തന്നെയാണ്. ശംഖം എന്ന് പറഞ്ഞാൽ ഒരു ജഡമായ വസ്തുവല്ല, അതൊരു ദേവനാണ്. ഭഗവാനെ ഉപാസിക്കുന്ന ഭഗവാന്റെ പാർഷദനാണ്. ശംഖത്താഴ്വാർ, ചക്രത്താഴ്വാർ എന്നൊക്കെ ഓരോന്നും ആഴ്വാർമാരാണ്. ഭഗവാനെ സേവിക്കുന്നവരാണ് ആഴ്വാർമാര്. അപ്പോ ശംഖവും ചക്രവും ശാർംഗവും നന്ദകവും എല്ലാം ഭഗവാനെ മൂർത്തിമത്തുക്കളായി, രൂപമെടുത്ത ദേവതകളായി, പാർഷദന്മാരായി ഭഗവാനെ ഉപാസിക്കുന്നു, അടുത്തു നിന്ന് സേവിക്കുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ദേവതാരൂപത്തിൽ ഭഗവാനെ സേവിക്കുന്ന ആയുധങ്ങളോട്, സ്വകീയങ്ങളായ അസ്ത്രങ്ങളോട് കൂടിയവർ ആ മൂർത്തിയെ സുദർശനാദിഭി സ്വാസ്ത്രൈഹി മൂർത്തിമദ്ഭി ഉപാസിതാം. അങ്ങനെയുള്ള താം തനും ദൃഷ്ട്വാ, മുമ്പേ പറഞ്ഞ ഭഗവാന്റെ ഇങ്ങനെയുള്ള ആ ശരീരത്തെ, ആ മൂർത്തിയെ കണ്ടിട്ട് വിരിഞ്ച, ആ വിരിഞ്ച ഭഗവാൻ സർവേണ സഹ മഹാദേവനോടുകൂടെ തുഷ്ടാവദേവ പ്രവരഃ സ സർവഃ പുരുഷം പരം, ആ പരം പുരുഷം, പുരുഷോത്തമനായ പരമപുരുഷനായ ഭഗവാനെ ദേവപ്രവരഃ, ദേവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ആ ബ്രഹ്മദേവൻ സശർവഃ, സശർവഃ സർവേണ സഹ, ആ ശർവനോടുകൂടെ മഹാദേവനോടുകൂടെ തുഷ്ടാവ സ്തുതിയെ ചെയ്തു. അപ്പൊ പരമപുരുഷനെ ശർവനോടുകൂടി ദേവപ്രവരനായ ബ്രഹ്മദേവൻ സ്തുതിച്ചു. എങ്ങനെ? സർവ അമരഗണൈഹി സാകം സർവാംഗൈഹി അവനിംഗതൈഹി. അപ്പൊ ഈ അമരഗണങ്ങളും ഉണ്ട് കൂടെ. അമരഗണൈഹി സാകം, സർവ അമരഗണങ്ങളോടുകൂടെ അവരെന്താ ചെയ്തിരിക്കുന്നത്? സർവാംഗൈഹി അവനിംഗതൈഹി, അവര് സർവ അവയവങ്ങളും കൊണ്ട് അവനിയെ ഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചിരിക്കുന്നു എന്നർത്ഥം. കാരണം ദേവന്മാർക്ക് ഭഗവാൻ പ്രത്യക്ഷമായത് അറിഞ്ഞു, പക്ഷെ കാണാൻ പറ്റുന്നില്ല, കണ്ണുകൾ മഞ്ഞളിച്ചു പോയിരിക്കുകയാണ്. ഭഗവാന്റെ ആ സഹസ്ര അർക്ക ഉദയദ്യുതി അത് കാണാൻ ഉള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് ദേവന്മാരെല്ലാവരും താഴെ വീണ് നമസ്കരിച്ചു കിടക്കുകയാണ്. അങ്ങനെയുള്ള സർവാംഗൈഹി അവനിംഗതൈഹി സർവാമരഗണൈഹി സാകം, എല്ലാ ദേവഗണങ്ങളോടും കൂടെ ആ ബ്രഹ്മദേവൻ മഹാദേവനോടും കൂടെ ഭഗവാനെ പരമപുരുഷനെ സ്തുതി ചെയ്തു. ആ പരമപുരുഷനെ വർണ്ണിച്ചതാണ് ആ ബ്രഹ്മാവും ശർവനും കണ്ട ഭഗവാന്റെ രൂപമാണ്. സ്വച്ഛമായതും മരതകശ്യാമമായിരിക്കുന്നതും ആ താമരയുടെ ഉള്ളിൽ ഉള്ളതുപോലെയുള്ള ചുവപ്പ് വർണ്ണത്തിലുള്ള കണ്ണോട് കൂടിയവനും, അതുപോലെ ജ്വലിക്കുന്ന സ്വർണം പോലെയുള്ളതായിട്ട് പ്രകാശിക്കുന്ന മഞ്ഞപ്പട്ട് കൊണ്ട്
പ്രസന്നമായിരിക്കുന്ന മനോഹരമായ സർവ്വ അവയവങ്ങളോട് കൂടിയതും നല്ല സുന്ദര മുഖത്തോടു കൂടിയതും സുന്ദരമായ പുലികക്കൊടിയോട് കൂടിയതും വിലമതിക്കാനാവാത്ത രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട കിരീടവും തോൾവളകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും കർണാഭരണങ്ങൾ പ്രതിഫലിക്കുന്നതായിട്ടുള്ള കപോലശ്രീയോടുകൂടിയ മുഖകമലത്തോടുകൂടിയവനും അരഞ്ഞാണവും അതുപോലെ വളകളും ഹാരങ്ങളും നൂപുരാദികളും കൊണ്ട് ശോഭിക്കുന്നതും കൗസ്തുഭം എന്ന പത്മരാഗരത്നം കണ്ടത്തിൽ ശോഭിക്കുന്നവനും ലക്ഷ്മിയെ മാറിൽ ധരിച്ചിരിക്കുന്നവനും വനമാല ധരിച്ചിരിക്കുന്നവനും മൂർത്തിമത്തുക്കളായിരിക്കുന്ന ദേവതകളാൽ തന്റെ ആയുധ ദേവതകളാൽ സേവിക്കപ്പെടുന്നവനുമായിരിക്കുന്ന ആ പരമപുരുഷനെ ബ്രഹ്മദേവൻ മഹാദേവനോടുകൂടെ സ്തുതി ചെയ്തു. ദേവന്മാരെല്ലാവരും നമസ്കരിച്ച് വീണ് കിടക്കുമ്പോൾ ഇനി ബ്രഹ്മാവിന്റെ ഒരു ചെറിയ നമസ്കാരപൂർവമായ സ്തുതിയാണ്. 15-ാം ശ്ലോകം വരെ, 8 മുതൽ 15 വരെ 8 ശ്ലോകം. ബ്രഹ്മോവാച അജാതജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണസുഖാർണവായ അണോരണിംനേ അപരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. ബ്രഹ്മോവാച അജാതജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണസുഖാർണവായ അണോരണിംനേ അപരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. ബ്രഹ്മാ ഉവാച, ബ്രഹ്മദേവൻ നേതൃത്വം കൊടുത്തുകൊണ്ട് സ്തുതിക്കുകയാണ് പരമപുരുഷനെ. അജാത ജന്മസ്ഥിതി സംയമായ ഭഗവാന് നമോ നമസ്തേ എന്ന് അവസാനത്തെ വരിയിൽ പറയണം. നമസ്കാരം നമസ്കാരം, അങ്ങേക്ക് നമസ്കാരം. അപ്പോ എങ്ങനെയുള്ള ഭഗവാന് നമസ്കാരം? അജാത ജന്മസ്ഥിതി സംയമായ നമോ നമസ്തേ, അഗുണായ നമോ നമസ്തേ, നിർവാണസുഖാർണവായ നമോ നമസ്തേ, അണോരണിംനേ നമോ നമസ്തേ, അപരിഗണ്യധാംനേ നമോ നമസ്തേ, മഹാനുഭാവായ നമോ നമസ്തേ. ഭഗവാനെ 6 വിശേഷണങ്ങളെ കൊണ്ടാണ് സ്തുതിച്ച് നമസ്കാരം പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള ഭഗവാന്? അജാത ജന്മസ്ഥിതി സംയമായ നമോ നമസ്തേ. ജന്മസ്ഥിതി സംയമം. ജന്മം എന്നാൽ ജനനം, ഉൽപ്പത്തി. സ്ഥിതി എന്നാൽ നിലനിൽപ്പ്. സംയമം എന്നാൽ നാശം. ഇത് മൂന്നുമില്ലാത്തവനാണ് ഭഗവാൻ. അതാണ് അജാതൻ. അജാതൻ ജനിക്കാത്ത, ഉണ്ടാകാത്ത ജന്മസ്ഥിതി നാശങ്ങളോടുകൂടിയവനേ എന്ന് പറഞ്ഞാലോ, നമ്മളൊക്കെ ഉള്ള ജന്മസ്ഥിതി നാശങ്ങളോടുകൂടിയവരാണ് അല്ലേ? ഭഗവാൻ അതിൽ നിന്ന് വിലക്ഷണനായി, വിപരീതമായി, ജന്മവുമില്ല, നാശവുമില്ല, സ്ഥിതിയും പറയേണ്ട കാര്യമില്ല, എപ്പോഴും ഉള്ളതാണ്. അപ്പോ ഇനി ഭഗവാന്റെ ഈ മൂർത്തിയാവട്ടെ, അതും ഭഗവാന്റെ ഒരു ലീല മാത്രമാണ്. അപ്പൊ ജന്മവും സ്ഥിതിയും ലയവും ഉണ്ടാവാത്തവനായിക്കൊണ്ട് ആരോപിതം മാത്രമാണിത് മൂന്നും അങ്ങയിൽ. അങ്ങയിൽ മാത്രമല്ല, നമ്മളിലും. സ്വരൂപത്തിൽ നമ്മളാരും ജനിച്ചിട്ടില്ല, നമ്മളാരും മരിക്കുന്നുമില്ല. സ്ഥിതിയെക്കുറിച്ച് അതുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യവും ഇല്ല. എന്നുമുള്ളവരാണ്. ന ജായതേ നോ മ്രിയതേവാ കഥാചിത്. വാസ്തവം പറഞ്ഞാൽ നമ്മുടെയും അവസ്ഥ അത് തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഇപ്പൊ അറിയാറായിട്ടില്ല. അതുകൊണ്ട് ഭഗവാനിൽ നമുക്കത് കാണാം. ഭഗവാനും നമ്മളും തമ്മിലുള്ളതായിട്ടുള്ള ആ ഒരു താദാത്മ്യം നമുക്ക് തിരിച്ചറിയുമ്പോൾ ബോധ്യപ്പെടും. എന്തായാലും ഇപ്പൊ തൽക്കാലം ഭഗവാന് ജന്മസ്ഥിതി സംയമങ്ങൾ അജാതം നജാതം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അങ്ങയ്ക്ക്, അപ്പൊ ജനിക്കാത്ത അങ്ങയ്ക്ക് നമസ്കാരം, മരിക്കാത്ത അങ്ങയ്ക്ക് നമസ്കാരം, സ്ഥിതിയും ഉണ്ട് എന്ന് കരുതുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അഗുണായ, അതായത് ഒന്നാമത്തെ വരിയും രണ്ടാമത്തെ വരിയിലെ ഗുണായ എന്ന് കാണും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈഫൺ ഉണ്ട്. ആ ഹൈഫൺ
അജാത ജന്മസ്ഥിതി സംയമായ എന്ന ഹ്രസ്വം കഴിഞ്ഞ് അതിൽ അകാരം കൂടുമ്പോഴാണ് ആയാന്ന് ദീർഘം വരണത്. എന്നിട്ട് ഗുണായ എന്ന് വരുമ്പോൾ ആ ദീർഘം ഇവിടുത്തെ അകാരമാണ്, അഗുണായ എന്നുള്ളതാണ്. പിരിക്കുമ്പോൾ അഗുണായ, പക്ഷേ നമ്മൾ പിരിച്ചു ചൊല്ലുമ്പോൾ ഒരക്ഷരം കൂടുതൽ വരും. ഇപ്പോൾ അജാത ജന്മസ്ഥിതി സംയമായ അഗുണായ നിർവാണ സുഖാർണവായ എന്ന് ചൊല്ലുന്നത് അതിന് വൃത്തഭംഗം വരും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുകയാണ്. അജാത ജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുഖാർണവായ. അവിടെ ഒരു നമുക്ക് ശ്വാസം മുട്ടിയാൽ പോസ് ചെയ്യാൻ അഗുണായ കഴിഞ്ഞിട്ടാണ് പോസ് ചെയ്യേണ്ടത്. നിർവാണ സുഖാർണവായ എന്ന് തുടർച്ചയായിട്ട്. അപ്പോൾ അഗുണായ നമഃ, ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന, ഗുണരഹിതനായിരിക്കുന്ന, ഗുണാതീതനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. നിർഗുണനായ അങ്ങേക്ക് നമസ്കാരം എന്നർത്ഥം. അങ്ങ് നിർഗുണനാണ്, എന്നിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇപ്പതാ ഈ ഒരു രൂപമെടുത്ത് ഗുണങ്ങളുള്ളവനെ പോലെ കാണപ്പെടുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഇപ്പോൾ നിർവാണ സുഖാർണവായ, നിർവാണ സുഖം എന്നാൽ മോക്ഷസുഖം, ആനന്ദം. അപ്പൊ ആനന്ദാർണവായ, ആനന്ദക്കടലായിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. ആനന്ദം, അളവില്ലാത്ത ആനന്ദസ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. നിർവാണ സുഖാർണവായ. അണോഹോ അണിംനേ നമഃ. അണോഹോ, ഏറ്റവും അണുവായതിനേക്കാൾ, ഏറ്റവും സൂക്ഷ്മത്തെക്കാൾ സൂക്ഷ്മമായിരിക്കുന്നവൻ, അണുവിനേക്കാൾ അണുവായിരിക്കുന്ന അങ്ങേക്ക്, അങ്ങ് അത്യന്ത സൂക്ഷ്മനാണ്. അതുകൊണ്ട് തന്നെ അങ്ങയെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പോൾ അണുവിനേക്കാൾ അണുവായിരിക്കുന്നതിനാൽ ഇന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടാത്തവനായ അങ്ങേക്ക് നമസ്കാരം. അപരിഗണ്യധാമുനേ, അങ്ങയുടെ ധാമം, അങ്ങയുടെ അനന്തമായ മഹിമ, അനന്തസ്വരൂപം, അത് അപരിഗണ്യം. അങ്ങ് അണുവിൽ അണുവുമാണ്, എന്നാൽ പരിഗണിക്കാൻ, എണ്ണിത്തീർക്കാൻ, തിട്ടപ്പെടുത്താൻ പറ്റാത്ത മഹിമാവോട് കൂടിയവനുമാണ്. അപ്പോൾ മഹതോ മഹീയാൻ എന്നർത്ഥമാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് ഉപനിഷത്ത് പറയുന്ന അർത്ഥം തന്നെയാണ് ഇവിടെ അപരിഗണ്യധാമുനി. ഏതൊരുവന്റെ ധാമം, ആരുടെ മാഹാത്മ്യം, മഹത്വം അപരിഗണ്യം, പരിഗണിക്കാൻ അഥവാ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്തത്. അപ്പൊ അപരിഗണ്യധാംനേ നമോ നമഃ. മഹാനുഭാവായ നമോ നമഃ. ഇവിടെ മഹാനുഭാവൻ എന്ന് പറഞ്ഞാല് മഹത്തായ അനുഭാവത്തോടു കൂടിയവൻ, അനുഗ്രഹഭാവത്തോടു കൂടിയവൻ, കാരുണ്യത്തോടു കൂടിയവൻ, ഉദാരമനസ്കനായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഞങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് അങ്ങിതാ ഞങ്ങളുടെ മുമ്പില് പ്രകടമായിരിക്കുകയാണ്. അത് അങ്ങയുടെ ഒരു മഹാനുഭാവം, ഞങ്ങളെ അനുഗ്രഹിക്കാനുള്ളൊരു ഭാവം. മഹാനുഭാവം എന്ന് പറഞ്ഞാൽ അനുഗ്രഹഭാവം തന്നെയാണ്. ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി കാരുണ്യം കൊണ്ട് അവതരിച്ചിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം, നമസ്കാരം. അജാതജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുഖാർണവായ അണോരണിംനേ പരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. രൂപം തവൈതത് പുരുഷർഷഭേജ്യം ശ്രേയോർത്തിഭിർവൈദികതാന്ത്രികേന യോഗേന ധാതഃസഹനസ്ത്രിലോകാൻ പശ്യാമ്യമുഷ്മിന്നുഹ വിശ്വമൂർത്തൗ. രൂപം തവൈതത് പുരുഷർഷഭേജ്യം ശ്രേയോർത്തിഭിർവൈദികതാന്ത്രികേണ യോഗേന ധാതഃസഹനസ്ത്രിലോകാൻ പശ്യാമ്യമുഷ്മിന്നുഹ വിശ്വമൂർത്തൗ. ഹേ പുരുഷർഷഭ, ഭഗവാനെ സംബോധന ചെയ്യുന്നത് ഒന്നാമത്തെ വരിയില് രൂപം തവ ഏതത് പുരുഷർഷഭ ഇജ്യം. പുരുഷർഷഭ പ്ലസ് ഇജ്യം പുരുഷർഷഭേജ്യം എന്ന് സന്ധി വന്നതാണ്. അപ്പൊ ഭഗവാനെ സംബോധന ചെയ്യണത് പുരുഷർഷഭ. അപ്പൊ ഹേ പുരുഷർഷഭ, പുരുഷാണാം മധ്യേ ഋഷഭ, പുരുഷോത്തമ, പൂർണ്ണനായിരിക്കുന്നവനെ, ശ്രേഷ്ഠനായിരിക്കുന്നവനെ, ഉത്തമ പുരുഷനായിരിക്കുന്നവനെ എന്നൊക്കെ അർത്ഥം. ഹേ പുരുഷോത്തമ,
ഇനി മൂന്നാമത്തെ വരിയിൽ ധാതഹ എന്നുള്ളൊരു സംബോധനയും കൂടിയുണ്ട്. ധാതഹ അല്ലയോ ധാതാവേ, ദാതാ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ധരിക്കുന്നവൻ, എല്ലാറ്റിനെയും സസ്റ്റെയിൻ ചെയ്യുന്നവൻ എന്നർത്ഥം. ഈ ലോകത്തിന്റെ മുഴുവൻ ധാരണ ചെയ്യുന്നവൻ, എല്ലാറ്റിനെയും സസ്റ്റെയിൻ ചെയ്യുന്നവൻ, എല്ലാറ്റിനും മെറ്റീരിയലായിരിക്കുന്നവൻ എന്നൊക്കർത്ഥം, അസ്തിത്വം കൊടുക്കുന്നവൻ. അപ്പൊ ഹേ ദാതാവേ, നിയന്താവേ എന്നൊക്കെ അർത്ഥം. സൃഷ്ടികർത്താവ് എന്നർത്ഥവുമുണ്ട് അല്ലേ ദാദാ എന്നുള്ളതിന്. അപ്പോൾ എല്ലാറ്റിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നവനെന്നും താല്പര്യം ദാദ. ഹേ പുരുഷർഷഭ, ഹേ ദാദ, രൂപം തവ ഏതത്, തവ ഏതത് രൂപം, അങ്ങയുടെ ഈ രൂപമുണ്ടല്ലോ, ഇപ്പൊ അങ്ങ് ഞങ്ങൾക്ക് ദർശിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ രൂപം, ശ്രേയോർത്തിഭിഹി വൈദിക താന്ത്രികേണ യോഗേന ഇജ്യം. ഇജ്യം എന്ന് പറഞ്ഞാൽ യജിക്കപ്പെടേണ്ടത്, പൂജിക്കപ്പെടേണ്ടത് എന്നർത്ഥമാണ്. ആരാൽ? ശ്രേയോർത്തിഭിഹി, ശ്രേയസിനെ കാമിക്കുന്നവരാൽ, ശ്രേയോർത്തികളാൽ. ശ്രേയസ് മോക്ഷം അഥവാ ഭഗവാന്റെ അനുഗ്രഹം ആർക്കാണോ വേണ്ടത് അവരൊക്കെ ഭഗവാന്റെ ഈ രൂപത്തെ പൂജിക്കേണ്ടതാണ്. എങ്ങനെ? വൈദിക താന്ത്രികേണ യോഗേന, വേദങ്ങളിലും തന്ത്രങ്ങളിലുമൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന വിവിധ ഉപായങ്ങളെ കൊണ്ട്, വിവിധങ്ങളായ യോഗമാർഗങ്ങളാൽ അങ്ങയുടെ ഈ രൂപം ആരാധിക്കപ്പെടേണ്ടതാണ്. അതെങ്ങനെയുള്ളതാണ് രൂപം ഇപ്പൊ ഇവർ ദർശിച്ചിരിക്കുന്നത്? അത് വിശ്വരൂപമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അങ്ങ് ഹേ ദാദാ സഹനഃ ത്രിലോകാൻ പശ്യാമി അമുഷ്മിന്നുഹ വിശ്വമൂർത്തൗ. വിശ്വമൂർത്തൗ എന്ന് പറയുന്നുണ്ട്. വിശ്വമൂർത്തൗ അമുഷ്മിൻ, അമുഷ്മിൻ ഇതിൽ എന്നാണ്. ഈ വിശ്വമൂർത്തിയിൽ, ഈ വിശ്വമൂർത്തി വിശ്വരൂപനായിരിക്കുന്ന അങ്ങയിൽ, വിശ്വസ്വരൂപനായ അങ്ങയിൽ, ഈ വിരാട് രൂപത്തിൽ ത്രിലോകാൻ സഹ, മൂന്ന് ലോകങ്ങളെ കൂടെ, നഹ ഞങ്ങളെയും, പശ്യാമി കാണുന്നു. അപ്പൊ ഞങ്ങൾ ഈ വിശ്വരൂപത്തിൽ മൂന്ന് ലോകങ്ങളോടുകൂടെ ഞങ്ങളെയും, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ന് അങ്ങയെ സ്തുതിക്കുന്നവരായ ദേവന്മാർ, ബ്രഹ്മാവ്, മഹാദേവൻ, ഇന്ദ്രാദി ദേവന്മാർ എല്ലാവരെയും എവിടെ കാണുന്നു? ഏതൊരു ഭഗവാനെ സ്തുതിക്കുന്നുവോ, ഏതൊരു ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നുവോ ആ ഭഗവാന്റെ വിശ്വമൂർത്തിയിൽ പെട്ടവരാണ് ഞങ്ങളും. ഞങ്ങളും അങ്ങയുടെ മൂർത്തിയിലെ അന്തർഗതങ്ങളായിരിക്കുന്ന ഭാഗങ്ങളാണ്, അംശങ്ങളാണ്. ഞങ്ങളെ വേറിട്ട് കാണുന്നില്ല, അങ്ങയിൽ നിന്ന് അന്യമായിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ള വിശ്വമൂർത്തിയായ അങ്ങയുടെ ഈ രൂപം എല്ലാവരാലും ശ്രേയോർത്തികളാൽ, വൈദിക താന്ത്രിക യോഗ മാർഗങ്ങളാൽ ആരാധിക്കപ്പെടേണ്ടതാണ്. എല്ലാവരും അങ്ങയുടെ ഈ വിശ്വമൂർത്തിയെ ആരാധിച്ചാൽ അവര് ശ്രേയസ്സിനെ പ്രാപിക്കും, അവരുടെ ജന്മം ധന്യമാകും. അപ്പൊ എല്ലാവരാലും ആരാധിക്കപ്പെടേണ്ട മൂർത്തിയാണ് ഈ വിശ്വമൂർത്തി. രൂപം തവൈതത് പുരുഷർഷഭേജ്യം ശ്രേയോർത്തിഭിർവൈദിക താന്ത്രികേണ യോഗേന ദാദഃ സഹനസ്ത്രിലോകാൻ പശ്യാമ്യമുഷ്മിന്നുഹ വിശ്വമൂർത്തൗ. അവിടെ ദാദഃ എന്ന് വിളിച്ചത് അക്ഷരാർത്ഥത്തിൽ എല്ലാറ്റിനെയും ധരിച്ചിരിക്കുന്നവനെ. ഏതൊരു അങ്ങയുടെ വിശ്വമൂർത്തിയിലാണോ ഞങ്ങൾ ഈ ലോകങ്ങൾ, ദേവന്മാർ എല്ലാവരെയും ധരിച്ചിരിക്കുന്നു. അങ്ങയിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ അങ്ങയെ തന്നെ സ്തുതിക്കുന്നത്. അങ്ങയുടെ ഭാഗമായിരുന്നു കൊണ്ട്, അങ്ങയുടെ അംശങ്ങളായിരുന്നു കൊണ്ട്, ഞങ്ങളും അങ്ങ് തന്നെയാണെന്നുള്ള അറിവില്ലായ്മ കൊണ്ട്, ഭേദഭാവനയോടുകൂടെ. എന്നാൽ ഇപ്പൊ അങ്ങ് ആ ഭേദഭാവനയെ മാറ്റിത്തരാൻ വേണ്ടി അങ്ങ് കാണിച്ചു തരുന്നു. ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഭിന്നമല്ല, അങ്ങയുടെ അംശം തന്നെയാണ്, അങ്ങയുടെ വിശ്വമൂർത്തിയിൽ തന്നെയാണ് ഞങ്ങളും ഇരിക്കുന്നത്. ഈ ദർശനം അങ്ങ് ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നു, അങ്ങയുടെ അനുഗ്രഹം. ഇത് തന്നെയാണ് ഇനി ഇതേ അഷ്ടമസ്കന്ധത്തിൽ അവസാനം മഹാബലി കാണാൻ പോകുന്നത്. ഇപ്പൊ മഹാബലി കണ്ടിട്ടില്ല, മഹാബലി അപ്പോഴേ കാണാൻ പോകുന്നുള്ളൂ. ഭഗവാൻ വാമനമൂർത്തിയായി ചെന്ന് ത്രിവിക്രമനായി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ ആ വിശ്വരൂപത്തെ മഹാബലിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മഹാബലി കാണുകയാണ് താനടക്കം
ഭഗവാന്റെ ആ വിശ്വരൂപത്തിൽ പെട്ടുകിടക്കുന്നത്. വിശ്വരൂപത്തിലെ ഒരു ചെറിയൊരു അണുവാണ് താനും. ഭഗവാന്റെ ശരീരത്തിൽ അല്ലേ അനേക രോമങ്ങൾ ഉണ്ട്, അനേക കോശങ്ങളുണ്ട്, അനേക അവയവങ്ങളുണ്ട്. അതിലൊക്കെ എത്രയോ നിസ്സാരനായി താനും ഭഗവാന്റെ ആ ത്രിവിക്രമന്റെ വിശ്വരൂപത്തിൽ താനും പെട്ടിരിക്കുന്നതായിട്ട്, താൻ അടക്കം ചെയ്യപ്പെട്ടവനായി കാണുകയാണ്. അപ്പൊ തൻ്റെയും ഈ ശരീര മനോബുദ്ധികളുടെയൊക്കെ ഉടമസ്ഥൻ, താൻ വെല്ലുവിളിച്ച, താൻ പരിഹസിച്ച, താൻ ദാനം കൊടുക്കാമെന്ന് വിചാരിച്ച ആ ഭഗവാനാണ്. ആരോടാ താൻ ഈ സാഹസമെല്ലാം കാണിച്ചത്? ആരെയാ താൻ നിന്ദിച്ചത്? ഇതെല്ലാം ഓർത്ത് എന്താ പറയുക, ഏതൊക്കെയോ വികാരങ്ങളെ കൊണ്ട് പരവശനാവുകയാണ് മഹാബലി. തന്നോട് തന്നെ ലജ്ജ തോന്നുകയും ഭയം തോന്നുകയും അല്ലേ, എല്ലാ വികാരങ്ങളും ദുഃഖം തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ. എന്നാൽ ഭഗവാന്റെ മഹിമയെ കാണുമ്പോഴുണ്ടാകുന്ന ആനന്ദവും എല്ലാം അനുഭവിച്ചുകൊണ്ട് ആ മഹാബലി കാണുന്നുണ്ട് താനടക്കം ഭഗവാന്റെ ശരീരത്തിൽ. അത് അത്രയും വൈകുണ്ട് മഹാബലിക്ക് കാണാൻ. ഇവിടെ ദേവന്മാരും ബ്രഹ്മാവും മറ്റുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ഈ അറിവുള്ളവരാണ് ഭഗവാന്റെ ഭൃത്യന്മാരായി ഭഗവാന്റെ സേവയിൽ നിൽക്കുന്നത്. ഈ അറിവില്ലാത്തവർ ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട് അന്യരായി, ഞങ്ങൾ വേറെ എൻറ്റിറ്റികളാണ്, ഞങ്ങൾക്ക് മുകളിൽ ആരുമില്ല, ഞങ്ങൾ തന്നെയാണ് എല്ലാറ്റിൻ്റെയും മുകളിൽ, ഞങ്ങൾ വിചാരിച്ച എന്ത് തോന്നിയ വാസവും ഞങ്ങൾ നടത്തും എന്നൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള അജ്ഞാനികളാണ്. അപ്പം എന്തായാലും ഇവിടെ ഈ വിശ്വമൂർത്തിയിൽ ഞങ്ങളടക്കം കാണുന്നു, ഞങ്ങളെ അടക്കം എല്ലാവരെയും അങ്ങയുടെ മൂർത്തിയിൽ കാണുന്നു. ആ മൂർത്തി എല്ലാവരാലും എപ്പോഴും ധ്യാനിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ആരും മഹാബലിയെ പോലെ അഹങ്കാരികളാവുകയില്ല, ഭഗവാനെ വെല്ലുവിളിക്കുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല, ലോകത്തിൽ ഒന്നിനെയും നിന്ദിക്കുകയില്ല, ആരോടും മത്സരിക്കുകയില്ല, ആരെയും കീഴ്പ്പെടുത്തണമെന്ന് വിചാരിക്കില്ല. അപ്പൊ എല്ലാവരാലും ധ്യാനിക്കപ്പെടേണ്ടതാണ് ഈ മൂർത്തി. രൂപം തവൈതത്പുരുഷർഷഭേജ്യം ശ്രേയോർത്തിഭിർവൈദികതാന്ത്രികേണ യോഗേന ദാദസഹനസ്ത്രിലോകാൻ പശ്യാമ്യമുഷ്മിന്നുഹ വിശ്വമൂർത്തൗ ത്വയ്യഗ്ര ആസീത് ത്വയ് മധ്യ ആസീത് ത്വയ് അന്ത ആസീത് ഇതമാത്മതന്ത്രേ ത്വമാദിരംഗോ ജഗതോസ്യ മധ്യം ഘടസ്യ മൃത്സ്നേവ പരഃ പരസ്മാത് ത്വയ്യഗ്ര ആസീത് ത്വയ് മധ്യ ആസീത് ത്വയ് അന്ത ആസീത് ഇതമാത്മതന്ത്രേ ത്വമാദിരംഗോ ജഗതോസ്യ മധ്യം ഘടസ്യ മൃത്സ്നേവ പരഃ പരസ്മാത്. ഈ അഷ്ടമസ്കന്ധത്തിൽ ഉടനീളം ഭഗവാന്റെ ഈ ഒരു മഹിമ, എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാനാണെന്നുള്ളതായിട്ടുള്ള തത്വം എത്രയാണ് വർണ്ണിക്കുന്നത് അല്ലേ? ഗജേന്ദ്രന്റെ സ്തുതിയിൽ കണ്ടു, അതിനു മുമ്പ് സ്വയംഭൂമനു തപസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന സ്തുതിയിൽ കണ്ടു, പിന്നീട് ഗജേന്ദ്രന്റെ സ്തുതിയിൽ കണ്ടു, തൊട്ടു മുമ്പ് ബ്രഹ്മദേവന്റെ ആ പുരുഷസൂക്ത സമാനമായ സ്തുതിയിൽ കണ്ടു, ഇപ്പതാ ഭഗവാനെ പ്രത്യക്ഷമായി കാണുമ്പോൾ സ്തുതിക്കുന്നു. ഇനി ഇതേപോലെയുള്ള ഒരു സ്തുതി കൊണ്ട് തന്നെയാണ് കാളകൂട വശം വന്നപ്പോൾ മഹാദേവനെ സ്തുതിക്കാൻ പോകുന്ന സ്തുതി. ഇനി ഭഗവാന്റെ വാമനാവതാര സമയത്ത് അതിഥി ദേവിയുടെ ഒരു സ്തുതിയുണ്ട്, അതിലും സാരം ഇത് തന്നെയാണ്. ഇനി ഭഗവാന്റെ ത്രിവിക്രമഭാവം കാണിക്കുന്നത് മഹാബലിക്ക് കാണാനുള്ളതായിട്ടുള്ള ആ ദർശനത്തിലും ഇത് തന്നെയാണ്. ഇങ്ങനെ ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്, ഭഗവാന്റെ പ്രകാശമാണ്, ഭഗവാൻ സ്വയം മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല
എന്ന് ആവർത്തിച്ച് 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 കാണിച്ചു തരുന്ന ഒരു ഒരു സ്കന്ധമാണ് അഷ്ടമസ്കന്ധം. ഈ ദർശനത്തോടുകൂടി ജീവിക്കുന്നതാണ് സദ്ധർമ്മ. മന്വന്തരാനുചരിതം അല്ലെ, മന്വന്തരാണി സദ്ധർമ്മ. സദ്ധർമ്മത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ദർശനമാണ്, ഈ ഒരു അറിവാണ്, ഈ ഒരു ബോധമാണ്. ഈ ഒരു ബോധം എല്ലാവരുടെ ഉള്ളിലും എപ്പോഴും ഉണ്ടെങ്കിൽ എല്ലാവരും മര്യാദക്കാരായി, ഭഗവാന്റെ നല്ല കുട്ടികളായി, ഭഗവാനെ സേവിച്ചുകൊണ്ട്, എല്ലാവർക്കും പരസ്പരം സഹായിച്ചുകൊണ്ട്, അല്ലേ, സ്നേഹപൂർവം ആനന്ദമായി കഴിയാം. ഈ ദർശനം എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ഈ ദർശനം ഉണ്ടാവാനായിക്കൊണ്ട്. അപ്പൊ ത്വയി അഗ്ര ആസീത് ത്വയി മധ്യ ആസീത് ത്വയി അന്ത ആസീത് ഇദമാത്മതന്ത്രേ. ഇതം, ഇതം എന്ന് പറഞ്ഞാൽ ഈ വിശ്വം, ഈ കാണുന്നത്. ഇതിന് അഗ്രേ ത്വയി ആസീത്, അഗ്രേ, ഇനി മധ്യേ, അന്തേ ഒക്കെ വരുന്നുണ്ട്. അപ്പോ ഇതം എന്നതുകൊണ്ട് ഇതം വിശ്വം, ഇത് 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 എന്ന് വ്യവഹരിക്കാൻ പറ്റുന്ന എല്ലാം, ഈ വിശ്വത്തിലെല്ലാം നമുക്ക് ഇതം എന്ന് പറയാം. ഇത് അഗ്രേ, അഗ്രേ എന്ന് പറഞ്ഞാൽ മുമ്പേ, ആദിയിൽ, ഇതുണ്ടാവുന്നതിന് മുമ്പേ എന്നർത്ഥം. ഈ വിശ്വം മുമ്പേ കാണാത്തൊരവസ്ഥയിൽ, അവ്യക്തമായിരുന്ന അവസ്ഥയിൽ ത്വയി ആസീത്, ഇറ്റ് വാസ് ഇൻ യു, അങ്ങയിൽ ഇരിക്കുകയായിരുന്നു. ഈ കാണുന്ന വിശ്വം, ഇപ്പൊ കാണുന്ന വിശ്വം മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഉണ്ടായിരുന്നു, അങ്ങയിൽ ഇരിക്കുകയായിരുന്നു. ത്വയി ആസീത്, അഗ്രേ ത്വയി ആസീത്, മധ്യേ ത്വയി ഏവ, മധ്യത്തിലും ഇതം ത്വയി അസ്തി. ആസീത് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടേക്ക് നമ്മൾ ഇന്ന് വർത്തമാനത്തെ പ്രയോഗിക്കുമ്പോൾ അസ്തി എന്ന് പ്രയോഗിക്കാം. ഇപ്പൊ അങ്ങയിലിരിക്കുന്നു, മധ്യേ. ഇനി അന്തേ, അന്തേ എന്ന് പറഞ്ഞാലോ ഇല്ലാതാകുമ്പോൾ, ഇതെല്ലാം കാണാതെയാകുമ്പോൾ, ഇതെല്ലാം പ്രളയത്തെ പ്രാപിക്കുമ്പോൾ, അവ്യക്തമാകുമ്പോൾ എവിടേക്ക് പോകുന്നു? എവിടെയും പോകുന്നില്ല, വന്നിടത്തേക്ക് തന്നെ പോകുന്നു. അന്തേ അഭി ത്വയേവ, എന്താ പറയാ, ഭവതി എന്ന് പറയാം. അങ്ങയിൽ ഭവിക്കും, അങ്ങയിൽ തന്നെ ഭവിക്കുന്നതാണ് ഭാവിയിലും, ഇല്ലാതാവുമ്പോഴും, എല്ലാ കാലത്തും. അതിന് ആസീദ് ആസീദ് എന്നുള്ളതായിട്ടുള്ള പ്രയോഗം ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇത് മുമ്പേ അങ്ങയിലായിരുന്നു, ഇപ്പോഴും മധ്യത്തിലും അങ്ങയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാം ഇല്ലാതായാലും അന്തത്തിലും അങ്ങയിൽ തന്നെ ഇരിക്കും. എങ്ങനെയുള്ള ത്വയി? ആത്മതന്ത്രേ ത്വയി, അങ്ങ് ആത്മതന്ത്രനാണ്. ആത്മതന്ത്രൻ, സ്വതന്ത്രൻ, തന്നിൽ തന്നെ ഇരിക്കുന്നവൻ. അപ്പൊ ഭഗവാൻ തന്നിൽ തന്നെ ഇരിക്കുന്നവനാണ്. ബാക്കി ഈ ലോകങ്ങളൊക്കെയോ ഭഗവാനിൽ ഇരിക്കുന്നു. ഭഗവാൻ ഈ ലോകത്തിന്റെ മുഴുവൻ ആധാരഭൂതൻ. ഈ ലോകങ്ങൾ ഭഗവാനിൽ ഇരിക്കുന്നു, ആധേയങ്ങളായിരിക്കുന്നു, ആധാര ആധേയ ഭാവത്തിലിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ധരിക്കപ്പെടുന്നതാണ്. ഈ ലോകങ്ങളെല്ലാം ധരിക്കപ്പെടുന്നു. ആരാൽ ധരിക്കപ്പെടുന്നു? ഭഗവാനാൽ ധരിക്കപ്പെടുന്നു. ഭഗവാനാണ് ദാതാവ്. ആ ദാതാ എന്നുള്ള ശബ്ദത്തിന്റെ ഒരു വ്യാഖ്യാനം തന്നെയാണത്. അപ്പൊ അങ്ങ് സ്വതന്ത്രൻ, അങ്ങ് ആത്മതന്ത്രൻ, അങ്ങേക്ക് താങ്ങാൻ ആരും വേണ്ട.
അപ്പോൾ ആത്മതന്ത്രേ ത്വയി ഇതം സർവം അഗ്രേ ആസീത്, മധ്യേപി ആത്മതന്ത്രേ ത്വയി ഇതം സർവം ആസീത്, അന്തേ അപി ഇതം സർവം ത്വയി ആസീത്. അങ്ങയിലിരിക്കുന്നു. അങ്ങ് ആത്മതന്ത്രൻ, അങ്ങ് പൂർണ്ണ സ്വതന്ത്രൻ, അങ്ങയെ താങ്ങാൻ ആരും വേണ്ട. യു സസ്റ്റെയിൻ യുവർ സെൽഫ് റിലയൻ്റ് ആയിട്ട് അങ്ങ് മാത്രം. ബാക്കി എല്ലാവരും ഡിപ്പെൻഡൻ്റ് ആണ്. ആരെ ആശ്രയിച്ചിരിക്കുന്നു? അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആശ്രയം അങ്ങാകുന്നു. ആ ആശ്രയമാണ് ഭാഗവതത്തിൻ്റെ പരമമായിട്ടുള്ള വിഷയം, അല്ലേ? ആശ്രയം എല്ലാ സ്കന്ധങ്ങളിലൂടെയും ജഗത്തിൻ്റെ ആശ്രയമായ വസ്തു ഈശ്വരൻ നാരായണനാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഭാഗവതം ചെയ്യുന്നത്. അപ്പോ ത്വമാദിരന്തോ ജഗതോസ്യ മധ്യം അസ്യ ജഗതഃ ആദിഃ ത്വം അന്തഃ മധ്യഃ ത്വം അന്തഃ ത്വം. അസ്യ ജഗതഃ ഈ ജഗത്തിന്റെ ആദിയും കാരണവും അങ്ങ് തന്നെ, മധ്യവും അങ്ങ് തന്നെ, അന്തവും അങ്ങ് തന്നെ. അങ്ങയിൽ നിന്നാണ് ഈ ജഗത്തുണ്ടാകുന്നത്, അങ്ങയിലാണ് ജഗത്ത് നിൽക്കുന്നത്, അങ്ങയിലേക്കാണ് ഈ ജഗത്ത് ചെന്നു ചേരുന്നത്. ജന്മാദ്യസ്യ യതഃ. ഏതുപോലെ ഘടസ്യ മൃത്സ്നായിവ, ഘടസ്യ മൃത്സ്നായിവ, ഘടസ്യ കുടത്തിന്, മൃത്സ്നായിവ മണ്ണിനാൽ എന്ന പോലെ, മണ്ണെന്ന പോലെ എന്നൊക്കെ അർത്ഥം. അപ്പം മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടത്തിന് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? കുടമാകുന്നതിന് മുമ്പ് മണ്ണാണ് ഉണ്ടായിരുന്നത്. കുടമായിരിക്കുമ്പോൾ എന്താണുള്ളത്? മണ്ണ് തന്നെയാണ് കുടത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. കുടം നുടഞ്ഞ് കുടമല്ലാതെ കുടമില്ലാതെയായാലും എന്ത് ശേഷിക്കും? മണ്ണ് ശേഷിക്കും. അപ്പൊ എങ്ങനെയാണോ കുടത്തിന്റെ ആദി മണ്ണായിരിക്കുന്നത്, കുടത്തിന്റെ മധ്യം മണ്ണായിരിക്കുന്നത്, കുടത്തിന്റെ അന്തം മണ്ണായിരിക്കുന്നത്, അതുപോലെ ഈ ജഗത്തിന്റെ ആദി ഭഗവാനാകുന്നു, ജഗത്തിന്റെ മധ്യം ഭഗവാനാകുന്നു, ജഗത്തിന്റെ അന്തം ഭഗവാനാകുന്നു. അങ്ങാരാണ്? പരസ്മാത് പരഹത്വം. പരസ്മാത് പരഹത്വം. അങ്ങ് പരത്തിനും പരനാണ്, എല്ലാ കാരണങ്ങൾക്കും കാരണമാണ്, എല്ലാ ജഗതീശ്വരന്മാർക്കും ഈശ്വരനാണ്. ഞങ്ങളെ പോലെയുള്ള ബ്രഹ്മാവ്, അല്ലെ, മഹാദേവൻ, ബ്രഹ്മാവ്, ദേവന്മാരൊക്കെ പരന്മാരാണ്, വലിയ കേമന്മാരാണ്. പക്ഷെ ഞങ്ങൾക്കും അങ്ങാണ് പരൻ. പരസ്മാത് പരഹ. എല്ലാറ്റിലും വെച്ച് യു ആർ ദ അബ്സല്യൂട്ട് റിയാലിറ്റി, യു ആർ ദ സുപ്രീം അതോറിറ്റി. ഇങ്ങനെ എല്ലാം കൊണ്ടും പരസ്മാത് പരഹത്വം. അങ്ങനെയുള്ള അങ്ങേക്ക്, പരമേശ്വരനായ പരമാത്മാവായ പരബ്രഹ്മമായ അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം. വി സറണ്ടർ അവർ സെൽസ് അൺടു thee. പൂർണ്ണമായിട്ട് ഞങ്ങളെ ശരണം പ്രാപിക്കുന്നു. ത്വയ്യഗ്ര ആസീത് ത്വയി മധ്യ ആസീത് ത്വയി അന്ത ആസീത് ഇദമാത്മതന്ത്രേ ത്വമാദിരന്തോ ജഗതോസ്യ മധ്യം ഘടസ്യ മൃത്സ്നേവ പരഃ പരസ്മാത് ത്വം മായയാത്മാശ്രയയാ സ്വയേദം നിർമായ വിശ്വം തദനുപ്രവിഷ്ടഃ പശ്യന്തി യുക്ത മനസാ മനീഷിണോ ഗുണവ്യവായേപ്യഗുണം വിപശ്ചിതഃ ത്വം മായയാത്മാശ്രയയാ സ്വയേദം നിർമായ വിശ്വം തദനുപ്രവിഷ്ടഃ പശ്യന്തി യുക്ത മനസാ മനീഷിണോ ഗുണവ്യവായേപ്യഗുണം വിപശ്ചിതഃ. ത്വം അങ്ങ് തന്നെ, മായയാ ആത്മാശ്രയയാ സ്വയാ ഇദം വിശ്വം നിർമായ. ത്വം അങ്ങ് തന്നെ ഭഗവാനെ, ആത്മാശ്രയയാ സ്വയാ മായയാ. ആത്മാശ്രയ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ നിഴൽ, ഭഗവാന്റെ ശക്തി ഭഗവാനെ ആശ്രയിച്ചു തന്നെയായിരിക്കുന്നത്. ശക്തി, ശക്തനെ ആശ്രയിച്ചാണ് ശക്തി ഇരിക്കുന്നത്. ശക്തനില്ലെങ്കിൽ ശക്തിയില്ല.
അല്ലെ? ഭഗവാന്റെ ശക്തിയാണ് മായ. ഇവിടെ ആത്മാശ്രയയാ സ്വയാമായയാ, തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന, വേറൊരാളെ ആശ്രയിക്കാത്ത സ്വകീയമായ മായയാൽ, ഭഗവാന്റെ മായ കൊണ്ട് ഇതം നിർമായ വിശ്വം, ഇതം വിശ്വം നിർമായ, ഈ വിശ്വത്തെ അങ്ങ് നിർമ്മിക്കുന്നു. ഈ വിശ്വത്തെ നിർമ്മിച്ചിട്ട് തദനുപ്രവിഷ്ടത്വം, അതിലെല്ലാം അനുപ്രവിഷ്ടനായിരിക്കുന്നു, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നു അങ്ങ്. അനുപ്രവേശം, അനു എന്നുകൊണ്ട് നിരന്തരം, എല്ലായിടത്തും, വിത്തൗട്ട് എനി ഗ്യാപ്പ്, അല്പം പോലും സ്പേസ് എവിടെയും വിടാതെ എല്ലായിടത്തും പ്രവേശിച്ചിരിക്കുന്നു അങ്ങ്. ഈ പ്രപഞ്ചം മുഴുവൻ പ്രവേശിച്ചിരിക്കുന്നു, ഓരോ അണുവിലും അങ്ങ് പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ഈ വിശ്വത്തെ സ്വയം അങ്ങയുടെ മായ കൊണ്ട് അങ്ങ് നിർമ്മിച്ചിട്ട് അതിലെല്ലാം അനുപ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ ഇപ്പൊ വേദത്തിലെ മന്ത്രം അല്ലെ, തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത്, ഭഗവാൻ തന്റെ സങ്കല്പം കൊണ്ട്, തന്റെ മായാശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഇതിലെല്ലാം അനുപ്രവേശിച്ചിരിക്കുന്നു എന്ന ആ വേദമന്ത്രത്തിന്റെ ഒരു ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. തൽ സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. അപ്പോ ഭഗവാന്റെ ആ ഒരു ഈക്ഷ എന്നാൽ സങ്കല്പം, തന്റെ സങ്കല്പശക്തി കൊണ്ട് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിലെല്ലാം നിരന്തരം വ്യാപിച്ചിരിക്കുന്നു, അനുപ്രവേശം ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ പശ്യന്തി യുക്ത മനസാ മനീഷിണഃ, മനീഷിണഃ മനസ്സിന്റെ ചലനം നിയന്ത്രിച്ചിരിക്കുന്നവർ, മനോവൃത്തികളെ അടക്കി സമാധിയെ പ്രാപിച്ചിരിക്കുന്നവർ, നല്ല വിവേകവും വൈരാഗ്യവുമൊക്കെ ഉള്ളതായിട്ടുള്ള മഹാത്മാക്കൾ, അതാണ് മനീഷികൾ. അവര് അങ്ങയെ യുക്താഹ, യുക്തന്മാരായിട്ടുള്ള മനീഷികൾ, യോഗയുക്തന്മാരായിട്ടുള്ള മനീഷികൾ, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയവരായ മനീഷികൾ, മനസാ പശ്യന്തി, അവരവരുടെ മനസ്സുകൊണ്ട് അങ്ങയെ ദർശിക്കുന്നു. എങ്ങനെയുള്ള മനസ്സുകൊണ്ട്? വിദ്യാസ്വരൂപമായ മനസ്സുകൊണ്ട്, സംസ്കരിക്കപ്പെട്ട മനസ്സുകൊണ്ട്, അജ്ഞാനം നീക്കിയ മനസ്സുകൊണ്ട്, ശുദ്ധമായ മനസ്സുകൊണ്ട്. കാരണം കാണാനുള്ള ഉപകരണവും ഇതൊക്കെ തന്നെ ഉള്ളൂ. അന്ധക്കരണം കൊണ്ട് തന്നെയാണ് ഈശ്വരനെ അറിയേണ്ടത്. എന്നാൽ ആ അന്ധക്കരണം മലിനമായിരുന്നാൽ കാണാൻ പറ്റില്ല, ശുദ്ധമായിരുന്നാൽ കാണാം. അപ്പൊ ശുദ്ധമായ അന്ധക്കരണത്താൽ ദർശിക്കുന്നു. മനസാ പശ്യന്തി. എങ്ങനെ? ഗുണവ്യവായേ അപി അഗുണം. ഗുണവ്യവായം, ഗുണങ്ങളുടെ പരിണാമം, ഗുണങ്ങളെല്ലാം പരിണമിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ വിഷയങ്ങളെല്ലാം പരിണമിച്ച് മാറിക്കൊണ്ടേയിരിക്കുമ്പോഴും അതിൽ അഗുണനായിട്ട്, മാറാത്തവനായിട്ട്, ഗുണാതീതനായിട്ട് മനസാ പശ്യന്തി വിപശ്ചിത എന്നും അവരെ പറഞ്ഞു. മനീഷികൾ വിപശ്ചിതുക്കളാണ്. വിപശ്ചിത എന്ന് പറഞ്ഞാൽ വിദ്വാൻമാര്, വിവേകികള്, വിചാരശീലന്മാർ, ജ്ഞാനികൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ ജ്ഞാനികളും മനീഷികളും യുക്തന്മാരുമായിട്ടുള്ള മഹാത്മാക്കൾ ഈ ഗുണങ്ങളെല്ലാം പരിണമിച്ചു കൊണ്ടിരിക്കുമ്പോഴും, ഈ വിശ്വത്തിന് എന്തെല്ലാം പരിണാമമുണ്ടാകുമ്പോഴും ആ പരിണമിക്കാത്ത വസ്തുവിനെ അവർ അവരുടെ മനസ്സുകൊണ്ട് ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ പരിണമിക്കാത്ത സദ്വസ്തുവിനെ ദർശിക്കലാണ് സദ്ദർശനം. ഇപ്പൊ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അസത് വസ്തുക്കളെ, മാറിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെ കാണുന്നു. ഈ മാറിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമ്മുടെ ദൃഷ്ടിയെ മാറാത്തതിലേക്ക് സന്നിവേശിപ്പിക്കണം, ഉറപ്പിക്കണം. സത്യം പരം ധീമഹി, പരമസത്യത്തെ അനുസന്ധാനം ചെയ്യണം. യദാഗ്നിം ഏദസി അമൃതം ച ഗോഷു ഭുവി അന്നം അംബുദി അംബൂദ്യമനേ ച വൃത്തിം യോഗൈർമനുഷ്യാ അദിയന്തി ഹി ത്വാം ഗുണേഷു ബുദ്ധ്യാ കവയോ വദന്തി. യദാഗ്നിമേദസ്യമൃതം ച ഗോഷു ഭുവ്യന്നം അംബൂദ്യമനേ ച വൃത്തിം യോഗൈർമനുഷ്യാ അദിയന്തി ഹി ത്വാം
ഗുണേഷു ബുദ്ധ്യാ കവയോ വദന്തി. അപ്പോ മനുഷ്യന്മാർ ബുദ്ധിയ, അവരുടെ വിവേക ബുദ്ധി കൊണ്ട്, ഗുണേഷു, ഈ പദാർത്ഥങ്ങളിൽ ഗുണാത്മകങ്ങളായിട്ടുള്ള ത്രിഗുണാത്മകങ്ങളായ ഈ പ്രപഞ്ചത്തിൽ, യോഗൈഹി, അവരുടെ ആധ്യാത്മിക സാധനകളെ കൊണ്ട്, ത്വാം അധിയന്തി, അങ്ങയെ അധിഗമിക്കുന്നു, പ്രാപിക്കുന്നു. ഇതി കവയഃ വദന്തി എന്ന് അറിവുള്ളവർ, കവികൾ, ഋഷീശ്വരന്മാർ പറയുന്നു. അപ്പോൾ മനുഷ്യന്മാർക്ക്, മനനശീലന്മാർക്ക് അവരുടെ ആ മതി കൊണ്ട്, ബുദ്ധി കൊണ്ട് ഈ ഗുണങ്ങൾക്ക് അപ്പുറത്തുള്ള ആ അഗുണമായ ഭഗവാനെ ദർശിക്കാൻ കഴിയും എന്ന് കവികൾ, അറിഞ്ഞവർ പറയുന്നു. സത്യം സാക്ഷാത്കരിച്ച മഹാത്മാക്കൾ പറയുന്നു, ഹേ മനുഷ്യ, നിനക്കും കഴിയും, എല്ലാവർക്കും കഴിയും. മനുഷ്യരായി വിചാരശീലന്മാരായിട്ടുള്ളവർക്കൊക്കെ കഴിയും, പശുക്കൾക്ക് കഴിയില്ല. പശുക്കൾക്ക് എന്തില്ല? മതിയില്ല, ബുദ്ധിയില്ല. ഈ കാണുന്ന നാനാത്വത്തിനപ്പുറത്തേക്ക് അതിൻ്റെ ഏകത്വത്തെ, ആ സത്യത്തെ ദർശിക്കാനുള്ള മതി, ബുദ്ധി ഇല്ലാത്തവരാണ് പശുക്കൾ. അപ്പൊ പശുക്കൾ കാണുന്നില്ല, നല്ല മനുഷ്യന്മാർ കാണുന്നു, അവരുടെ ബുദ്ധി കൊണ്ട് കാണുന്നു, യോഗം കൊണ്ട് കാണുന്നു. യോഗൈഹി ത്വാമധിയന്തി ഇതി കവയഃ വദന്തി. അതിനെ കുറിച്ച് എക്സ്പേർട്സ് പറയുന്നു, അനുഭവസ്ഥർ പറയുന്നു. സോ യു ക്യാൻ ബിലീവ് ഇറ്റ്. ആരാ പറയണത്? കവയഃ വദന്തി, കവികളാണ്, ദീർഘദൃഷ്ടികളായിരിക്കുന്ന, സത്യദർശികളായിരിക്കുന്ന, സത്യത്തെ പ്രാപിച്ച, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന മഹാത്മാക്കൾ പറയുന്നു. അപ്പൊ എന്താ പറയണത്? ഏതുപോലെ ദർശിക്കുന്നു എന്നാ പറയണത്? യഥാ അഗ്നിം ഏദസി, ഏദസി അഗ്നിം യഥാ. ഏദസ് എന്ന് പറഞ്ഞാൽ ഇന്ധനം, വിറക് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഏദസ്സിൽ എന്ന് ഏദസി സപ്തമി. യഥാ ഏദസി അഗ്നിം അധിയന്തി, വിറകിൽ അഗ്നിയെ കാണുന്നു. ആര് കാണുന്നു? ആ ദർശനമുള്ളവർ കാണുന്നു. അഗ്നി ആവശ്യമുണ്ട്, അടുത്ത് കുറെ വിറകും കിടപ്പുണ്ട്. മൂഢന്മാർക്കറിയോ ഈ വിറകിലൊക്കെ അഗ്നിയുണ്ട് എന്നുള്ളത്? അവര് കരഞ്ഞോണ്ടിരിക്കും, അയ്യോ കുറച്ച് അഗ്നി കിട്ടിയിരുന്നെങ്കിൽ ശീതമകറ്റാമായിരുന്നു, പാചകം ചെയ്യാമായിരുന്നു. അഗ്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആര് കരയും? കുട്ടികൾ, മൂഢന്മാർ, അവരൊക്കെ കരയും. എന്നാൽ വിറക്, നല്ല പാകത്തിലുള്ള ഉണങ്ങിയ വിറക് അടുത്ത് കിടക്കുന്ന കണ്ടാൽ ആർക്ക് കരച്ചിലില്ല? ചൂട് വേണോ, ശീതമകറ്റണോ, പാചകം ചെയ്യാനുണ്ടോ, ദാ കിടക്കുകയല്ലേ വിറക് ഇഷ്ടം പോലെ, വിറകിൽ നിറച്ച അഗ്നിയല്ലേ, അതിനെ ഇങ്ങോട്ട് ആവഹിച്ചാൽ പോരെ എന്നവർ കാണുന്നു. എങ്ങനെയാണോ ബുദ്ധിയുള്ളവര് വിറകിൽ വ്യാപിച്ചിരിക്കുന്ന അഗ്നിയെ കാണുന്നത്, എന്നിട്ട് അതിനെ ഉപയോഗിക്കുന്നത്. ഏതസി അഗ്നിം യഥാ. അതുപോലെ അമൃതം ച ഗോഷു, ഗോഷു പശുക്കളിൽ എന്നർത്ഥം. പശുവിൽ പാലുണ്ട്, അല്ല പാല് വേണം, വിശക്കുന്നു, അല്ലെങ്കിൽ വെണ്ണ വേണം, നെയ്യ് വേണം, തൈര് വേണം, ഇതൊക്കെ അമൃതമാണ്. നല്ല പ്രസവിച്ച് അകിട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പശുവും അടുത്തുണ്ട്. പക്ഷെ എന്താണ് പശുവിന്റെ അകിടിൽ എന്താണ്, പശു പാല് തരുമോ എന്നൊന്നും അറിയാത്ത മൂഢന്മാർക്ക് പശു അടുത്തുണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ വിവേകികളായിട്ടുള്ള ആളുകൾക്ക്, പശുവിനെ കുറിച്ച് അറിവുള്ള ആളുകൾക്ക് പശുവിന്റെ അകിട്ടിൽ പാലുണ്ടെങ്കിൽ അവരുടെ വിശപ്പ് മാറ്റാനോ അവരുടെ പൂജാതി ആവശ്യങ്ങൾക്ക് അമൃതമായി, നെയ്യായി, വെണ്ണയായി ഒക്കെ
ഉപയോഗിക്കാനുള്ളത് ഈ പശുവിൽ നിന്ന് അവർ കണ്ടെടുക്കുന്നു. അപ്പൊ പശുവിന്റെ ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ് ഈ അമൃതം എന്ന് പറയുന്നതായിട്ടുള്ള പാലാകട്ടെ, നെയ്യാകട്ടെ, വെണ്ണയാകട്ടെ എല്ലാം. അപ്പോ ഗോഷു അമൃതം യഥാ, പശുക്കളിൽ അല്ലെങ്കിൽ ഗോമയ ദ്രവ്യങ്ങളിൽ വെണ്ണയും നെയ്യും നിറഞ്ഞിരിക്കും പോലെ ഭുവി അന്നം അമ്പു, ഭുവി ഭൂമിയിൽ അന്നവും അമ്പുവും, രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറയണം. ഭൂമിയില് അന്നം മറഞ്ഞിരിക്കുന്നു. ഭൂമിയില് അന്നത്തിനുള്ളതായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ആ ഭൂമിയെ ഉപയോഗിക്കണം. ഭൂമിയെ വേണ്ട രീതിയിൽ കൃഷിക്ക് ഉപയുക്തമാക്കിയാൽ ഭൂമി തന്നെ വേണ്ടതെല്ലാം നൽകും. നമുക്ക് മണ്ണ് വാരി തിന്നാൻ പറ്റില്ല, പക്ഷെ ആ മണ്ണിലെല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടതായിട്ടുള്ള അന്നമെല്ലാം ഉണ്ടാവുന്നത് ആ മണ്ണിൽ നിന്ന് തന്നെയാണ്. എങ്ങനെ അതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? മണ്ണിൽ നിന്ന് അന്നത്തെ ഉണ്ടാക്കാൻ മണ്ണിൽ സസ്യജാലങ്ങളെ വെച്ചു നട്ടു വളർത്തുക. ആ സസ്യജാലങ്ങൾക്ക് ആ മണ്ണിൽ നിന്നുള്ള ധാതുക്കളെ, ലവണങ്ങളെ എല്ലാം വലിച്ചെടുത്ത് അന്നമാക്കി നമുക്ക് നൽകാനുള്ള ശേഷിയുണ്ട് എന്ന് ആർക്കറിയാം? അതിനെക്കുറിച്ച് അറിവുള്ളവർക്കറിയാം. അപ്പൊ അവരത് കാണുന്നു. നല്ല മണ്ണ് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്. ഹായ്, എത്ര നല്ല മണ്ണ്, നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്. എന്തിനാ? തിന്നാനോ? ഇപ്പൊ മണ്ണിനെയാണോ തിന്നാൻ പോകുന്നത്? അല്ല. ആ മണ്ണ് കാണുമ്പോൾ ഈ മണ്ണില് ഇന്ന കൃഷി നമുക്ക് നടത്താം, ഇന്ന വിളവുകൾ എടുക്കാം, ഇന്ന ഭക്ഷണം നമുക്കിതിൽ നിന്ന് കിട്ടും എന്നുള്ളതായിട്ടുള്ള സന്തോഷം ആർക്കുണ്ടാവുന്നു? മണ്ണിനെ കുറിച്ച് അറിവുള്ളവർക്കുണ്ടാകുന്നു. അവർ പ്രാപിക്കുന്നു. മണ്ണിൽ അന്നത്തെ പ്രാപിക്കുന്നു, അതുപോലെ തന്നെ മണ്ണിൽ വെള്ളത്തെ. അതാണ് അമ്പു എന്ന് പറഞ്ഞാൽ വെള്ളം. ആർക്കറിയാം മണ്ണിലുള്ള വെള്ളത്തെ? അതിൻ്റെ എക്സ്പേർട്സിനറിയാം, അല്ലേ? ഈ കിണർ കുഴിക്കാനായിട്ട് ചില വിദ്യകൾ പ്രയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടേതായിട്ടുള്ള ചില അറിവുകളുണ്ട്. അപ്പൊ ഇന്ന സ്ഥലത്ത് കൃത്യമായിട്ട് വെള്ളം കിട്ടും, കുഴിച്ചോളൂ എന്ന് പറയാൻ ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുള്ള വിദ്യകൾ അവരുടെ കയ്യിലുണ്ട്. ചിലര് ഭൂമിയിൽ ചരിഞ്ഞു കിടന്ന് കാത് വെച്ച് നോക്കും. ഉള്ളിലൂടെ എവിടെയെങ്കിലുമൊക്കെ വെള്ളത്തിന്റെ ഒഴുക്ക്, നീരൊഴുക്ക്, ഉറവകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഗ്രഹിക്കാനുള്ള പാടവം പോലും പല മനുഷ്യർക്കും ഉണ്ട്. അവരത് എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതല്ലെങ്കിൽ വേറെ പല ഇൻസ്ട്രുമെന്റ്സ് അതിനുവേണ്ടി അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നാളികേരം കൊണ്ട് അതിനെ നോക്കും, അല്ലേ? നാളികേരം ഇങ്ങനെ നിർത്തി നോക്കുമ്പോൾ അതിങ്ങനെ കറങ്ങുക, അല്ലെങ്കിൽ അതിൻ്റെ കുടുമ ഭാഗം ഇന്ന ഭാഗത്തേക്ക് തിരിയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണ്ണിൻ്റെ അടിയിലുള്ളതായിട്ടുള്ള വെള്ളത്തിൻ്റെ ചലനം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില കാന്തികങ്ങളായ വസ്തുക്കളെ കൊണ്ട് കണ്ടുപിടിക്കും. വേറെയും ചില ഇൻസ്ട്രുമെന്റ്സ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് വെള്ളത്തിൻ്റെ സാന്നിധ്യം അറിയുന്നു. മണ്ണിൻ്റെ അടിയിലുള്ള വെള്ളം എവിടെയുണ്ട് എന്ന് കണ്ടുപിടിച്ച് കുഴിച്ചെടുക്കുന്നു. അപ്പം അതൊരു സാമർഥ്യമാണ്. അത് മനുഷ്യന്മാർക്ക് സാമർഥ്യമുള്ളതാണ്. അതാണ് ഭുവി അന്നം അമ്പു. ഭൂമിയിൽ അടങ്ങിയിരിക്കുന്ന അന്നത്തെയും വെള്ളത്തെയും ബുദ്ധിമാന്മാർ കണ്ടെത്തുന്നു. അതുപോലെ ഉദ്യമനേച വൃത്തിം, വൃത്തി എന്ന് പറഞ്ഞാൽ ഉപജീവന മാർഗം, കഴിച്ചു കൂട്ടാനുള്ള ഉപജീവന മാർഗമാണ് വൃത്തി. അതെവിടെയാ? വെറുതെ ഇരുന്നാൽ, ചിന്തിക്കാതിരുന്നാൽ തന്നെത്താൻ ആകാശത്ത് നിന്ന് പൊട്ടി വീഴുവോ വൃത്തി? ഇല്ല. അപ്പൊ ഉദ്യമനം കൊണ്ട് ഏത് പ്രയത്നമാണ് ചെയ്യേണ്ടത്, എവിടെയാണ്, എങ്ങനെയാണ് പ്രയത്നിക്കേണ്ടത്, ആ ഉദ്യമനത്തിൽ വൃത്തിയെ കാണുന്നവരാണ് ബുദ്ധിമാന്മാർ. ഏതുദ്യമം ഏത് ഉപജീവന മാർഗത്തെ നൽകും എന്നറിയുന്നു. അതുപോലെ മനുഷ്യാഹ, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ യോഗൈഹി ത്വാം അദിയന്തി, യോഗമാർഗങ്ങളിലൂടെ അങ്ങയെ പ്രാപിക്കുന്നു. എവിടെ? ഗുണേഷു, ഈ വിഷയങ്ങളിൽ, ഈ ലോകത്തിലുള്ള സകല നാമരൂപാത്മകമായിരിക്കുന്ന വസ്തുക്കളിലും അങ്ങ് നിറഞ്ഞിരിക്കുന്നു എന്ന് അവർ ബുദ്ധി കൊണ്ട് ഊഹിച്ചെടുക്കുന്നു.
എന്നിട്ട് എല്ലാറ്റിലും അങ്ങയെ ദർശിക്കുന്നു. അങ്ങനെ അവര് സർവത്ര അങ്ങയെ ദർശിക്കുന്നു. യദാഗ്നിം ഏദസി അമൃതം ച ഗോഷു ഭുവി അന്നമംബൂ ഉദ്യമനേ ച വൃത്തിം യോഗൈർമനുഷ്യ അധിയന്തി ഹി ത്വാം ഗുണേഷു ബുദ്ധ്യാ കവയോ വദന്തി. തം ത്വാം വയം നാദ സ്വമുജ്ജിഹാനം സരോജനാഭ അതിചിരേപ്സിതാർത്ഥം ദൃഷ്ട്വാ ഗതാ നിർവൃതിമദ്യ സർവേ ഗജാദവാർത്താ ഇവ ഗംഗമംബഃ. തം ത്വാം വയം നാദ സമുജ്ജിഹാനം സരോജനാഭാതിചിരേപ്സിതാർത്ഥം ദൃഷ്ട്വാ ഗതാ നിർവൃതിമദ്യ സർവേ ഗജാദവാർത്താ ഇവ ഗംഗമംബഃ. അങ്ങനെയുള്ള അങ്ങയെ തം ത്വാം തം ഈദൃശം കീദൃശം പൂർവശ്ലോകേ ഉക്തം. എന്താണ്? എപ്രകാരമാണോ വിറകിൽ മുഴുവൻ അഗ്നി വ്യാപിച്ചിരിക്കുന്ന പോലെയും പശുക്കളിൽ അമൃതം എന്ന ഗോമയങ്ങൾ വ്യാപിച്ചിരിക്കും പോലെയും ഭൂമിയിൽ അന്നവും ജലവും വ്യാപിച്ചിരിക്കും പോലെയും ഉദ്യമത്തിൽ വൃത്തിയിരിക്കുന്നതും പോലെയും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അങ്ങയെ അറിവുള്ളവർ ബുദ്ധിമാന്മാർ കാണുന്നു എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നു അല്ലേ? അങ്ങനെയുള്ള സർവവ്യാപിയായ എല്ലാറ്റിൻ്റെയും ആധാരഭൂതനായ എല്ലാറ്റിനും ആശ്രയഭൂതനായ സ്വതന്ത്രനായ അങ്ങയെ തം ത്വാം വയം വയം ഞങ്ങൾ ഹേ നാഥ അല്ലയോ നാഥ സരോജനാഭ എന്ന അടുത്ത വരിയിലുണ്ട്. ഹേ സരോജനാഭ നാഭിയിൽ സരോജമുള്ളവനെ പത്മനാഭ കഞ്ചനാഭ അബ്ജനാഭ. എന്താ സൂചിപ്പിക്കണം? ആരാ വിളിക്കുന്ന? ബ്രഹ്മദേവൻ. ഇപ്പൊ ബ്രഹ്മദേവൻ പത്മനാഭ എന്ന് വിളിക്കുമ്പോഴോ എൻ്റെ പിതാവേ എന്ന് തന്നെ അർത്ഥം അല്ലേ? താൻ എവിടുന്നാ ഉണ്ടായത്? ഈ പത്മത്തിൽ തന്നെയാണ്. അപ്പൊ എനിക്കും പിതാവായിരിക്കുന്നവനെ, എനിക്കും കാരണഭൂതനായിരിക്കുന്നവനെ, സരോജനാഭ നാഥ എല്ലാറ്റിനെയും രക്ഷിക്കുന്നവനെ. നാഥൻ എന്നാൽ എല്ലാവരാലും ശരണം പ്രാപിക്കാൻ യോഗ്യൻ. നാഥ്യതേ ഇതി നാഥഃ. നാഥ്യത എന്ന് പറഞ്ഞാൽ എല്ലാവരാലും ശരണം പ്രാപിക്കപ്പെടുന്നവൻ, എല്ലാവർക്കും അഭയം കൊടുക്കുന്നവൻ. അപ്പൊ ഹേ ഈശ്വര അഭയദാതാവേ, ഞങ്ങള് അങ്ങയെ ചിരേപ്സിതാർത്ഥം സമുജ്ജിഹാനം ദൃഷ്ട്വ. സമുജ്ജിഹാനം എന്നാൽ ഇപ്പതാ ഞങ്ങളുടെ മുമ്പില് പ്രത്യക്ഷനായിരിക്കുന്നു എന്നർത്ഥം. പ്രത്യക്ഷനായി ദൃഷ്ട്വ കണ്ടിട്ട്. അപ്പൊ എങ്ങനെയുള്ളതാണ്? ചിരേപ്സിതാർത്ഥം, അതിചിരേപ്സിതാർത്ഥം, വളരെ കാലമായിട്ട് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള അങ്ങത ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിചിരേപ്സിതാർത്ഥം ത്വാം ദൃഷ്ട്വ കണ്ടിട്ട് നിർവൃതിം അദ്യ സർവേ ഗതാഹ. അദ്യ ഇപ്പോൾ അങ്ങേ കണ്ടതുകൊണ്ട് സർവേ വയം ഞങ്ങളെല്ലാവരും നിർവൃതിം ഗതാഹ ഞങ്ങൾ നിറവിനെ പ്രാപിച്ചിരിക്കണു, കൃതകൃത്യരായി തീർന്നിരിക്കണു, സന്തുഷ്ടരായിരിക്കണു. നിർവൃതിയെ ആശ്വാസത്തെ പ്രാപിച്ചിരിക്കണു എന്നൊക്കെ അർത്ഥം. നിർവൃതിയെ പ്രാപിച്ചിരിക്കണു. ഏതുപോലെ? ഗജാ ദവാർത്തായിവ ഗാംഗമംബഃ. ദവാർത്താഹ ഗജാഹ. ദവം എന്ന് പറഞ്ഞാൽ കാട്ടുതീ. കാട്ടുതീയിനാൽ ആർത്തരായ തപിക്കുന്നവരായ ഗജങ്ങൾ, ആനകൾ. അപ്പൊ കാട്ടുതീ ബാധിച്ച് കാട്ടുതീയിൽ നിന്ന് തപിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് ഓടുകയാണ് അഭയം നോക്കിക്കൊണ്ട്. അപ്പോഴാണതാ ഗാംഗം അംബഹ, ഗംഗയിലെ ജലം കാണുകയാണ്. ഗംഗാജലം നിറഞ്ഞൊഴുകുന്നതായിട്ടുള്ള ഗംഗയെ കണ്ടപ്പോൾ കാട്ടുതീയിൽ നിന്ന് തപിച്ചോടി വരുന്നതായിട്ടുള്ള ആ ആനകള് എങ്ങനെയാണോ ആ ഗംഗാ നദിയിലേക്ക്, വെള്ളത്തിലേക്ക് ഓടിയിറങ്ങുക ആവേശത്തോടെ, എത്ര ആശ്വാസമാവും, എന്ത് നിർവൃതിയാകും ആ ഗജങ്ങൾക്ക്. കാട്ടുതീയിൽ നിന്ന് ആർത്തരായി ഓടുന്ന
അഭയം നോക്കി ഓടുന്നവരായിട്ടുള്ള ആനകൾക്ക് ഗംഗാജലം എത്ര ആനന്ദത്തെ കൊടുക്കുമോ, എന്ത് നിർവൃതിയെ കൊടുക്കുമോ അതേ നിർവൃതിയാണ് ചിരകാലമായി അങ്ങയെ കാണാൻ കൊതിച്ചിരിക്കുന്നവരായ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങ് പ്രത്യക്ഷനായപ്പോൾ ഉണ്ടായതായിട്ടുള്ള നിർവൃതി. അപ്പോൾ ഭഗവാനെ കണ്ട ആ നിർവൃതി അവരെ പ്രകാശിപ്പിക്കുകയാണ്. ഞങ്ങൾ എത്ര ആശ്വാസം പ്രാപിച്ചിരിക്കുന്നു, എത്ര നിറവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നേടേണ്ടതായിട്ടൊന്നുമില്ല. അങ്ങയെ കാണുന്നത് വരെയുള്ളൂ ഞങ്ങളുടെ ക്ലേശങ്ങളൊക്കെ. ഇതാ കാണേണ്ട ആളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, എത്തേണ്ടിടത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങളുടെ എല്ലാ കാര്യവും നാഥനായ ഞങ്ങളുടെ രക്ഷിതാവായ രക്ഷാകർത്താവായ അങ്ങയിൽ ഭദ്രമാണെന്ന് ഞങ്ങൾക്കറിയാം, ഗ്യാരണ്ടിയാണെന്ന് ഞങ്ങൾക്കറിയാം അല്ലേ. തം ത്വാവയം നാദ സമുജ്ജിഹാനം സരോജലാഭ അതിചിരേപ്സിതാർത്ഥം ദൃഷ്ട്വാ ഗദാ നിർവൃതിമദ്യ സർവേ ഗജാദവാർത്ഥ ഇവ ഗംഗമംബഃ. സത്വം ഭിദൽസ്വാഖില ലോകപാലാവയം യദർത്ഥാസ്തവ പാദമൂലം സമാഗതാസ്തേ ബഹിരന്തരാത്മൻ കിം വാന്യവിജ്ഞാപ്യമശേഷ സാക്ഷിണഃ. 2 ശ്ലോകങ്ങളുണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. ഇന്ന് വൈകുന്നേരം വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ 5 മണിക്ക് ശേഷം കാണാം. അത് കഴിഞ്ഞ് കഥയും തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പോൾ വൈകിട്ട് 5 മണിക്ക് നോക്കാം. ഹരി ഓം. നാളെ വൈകുന്നേരം പാലക്കാട്ടുകാർക്കുള്ളൊരു വിശേഷം അറിയിക്കുകയാണ്. പാലക്കാട് മൂത്താന്തറ എന്ന് പറയുന്ന ദേശത്തുള്ള കർണകിയമ്മൻ ക്ഷേത്രം, കാച്ചനാകുളം തിരുവരായ്ക്കൽ ഭഗവതി ക്ഷേത്രം എന്നൊക്കെ പറയുന്ന കർണകിയമ്മൻ ക്ഷേത്രം, മേലാമുറിക്കടുത്ത് അവിടെ ഒരു ദേവീ മാഹാത്മ്യ പരിപാടിയുണ്ട്. ദേവീ മാഹാത്മ്യ തരങ്കിണി. നാളെ വൈകിട്ട് 4 മണിക്ക് ശേഷം 8-8:30 വരെ അവിടെ ഒരു കുംഭാഭിഷേകം കഴിഞ്ഞു ഇപ്പോൾ അടുത്ത്. അതിനോടനുബന്ധിച്ച് അവിടെ ദിവസവും പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നാളെ വൈകിട്ട് നമ്മുടെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് സമ്പൂർണ്ണ ദേവീ മാഹാത്മ്യ പാരായണം. പാലക്കാട്ടുകാരെല്ലാം പങ്കെടുക്കുക. ഇനി ആർക്കൊക്കെ എവിടെ നിന്നൊക്കെ വരാൻ പറ്റുമോ, വാഹനങ്ങളുള്ളവരും. ഇനി മേലാമുറിയിൽ നിന്ന് ബസ് കിട്ടും. എന്താ പറയുക, ഒറ്റപ്പാലം, ഷൊർണൂർ, ഗുരുവായൂർ, പട്ടാമ്പി ഭാഗത്തേക്കുള്ളവർക്കൊക്കെ രാത്രിയിലാണെങ്കിലും ബസ് കിട്ടും. 9 മണിക്കും 9:30ക്കും ഒക്കെ ബസ്സുണ്ട്. ബസ്സിൽ വരുന്നവർക്കും വരാം. എടത്തറ, പറളി, പത്തിരിപ്പാല, മങ്കര ഭാഗത്തുള്ളവർക്കൊക്കെ വരാം. വാഹനമുള്ളവർക്ക് സൗകര്യമായിരിക്കും. അപ്പോൾ മേലാമുറിയാണ് അടുത്തുള്ള ബസ് സ്റ്റോപ്പ്. അവിടുന്ന് ചെറിയ നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, അവിടുത്തെ സൗകര്യം പോലെ. നേരിട്ട് വരിക പാലക്കാട്ടുകാരൊക്കെ. വൈകിട്ട് 4 മണിക്ക് 14-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് കർണകിയമ്മൻ ക്ഷേത്രം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.